നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മയുടെ പൊന്നുണ്ണി മോനോട് ഞങ്ങൾക്ക് വേണ്ടി എന്നും നിരന്തരം മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ അല്പം കൂടെ ഒന്ന് പെരുവെള്ളത്തിന്റെ ശബ്ദത്തോടെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കും. ഇങ്ങനെയാണോ ശക്തി പ്രാപിക്കുന്നത്? ശക്തി പ്രാപിക്കുമെന്ന് പറയാൻ എങ്ങനെ കാണിക്കണം? ചുണയോടെ ശക്തി കാണിക്കണം. ഇവിടെ നമുക്ക് അനുഭവപ്പെടണം. ഒന്നുകൂടെ പറയാം, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും. അല്പം കൂടെ ഒന്ന് ശക്തി ഇവിടെ പ്രകടമാകണം. അല്പം കൂടെ ശക്തി, അത്യുന്നതന്റെ ശക്തി ഇവിടെ പ്രകടമാകണം. ഒരിക്കലും പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. ഒരിക്കലും പറ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വതന്ത്രമായിട്ടൊന്ന് സ്തുതിച്ചേ. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കട്ടെ. എല്ലാ നാവുകളും എന്നെ പാടിപ്പുകഴ്ത്തും. എല്ലാ മുട്ടുകളും അവന്റെ മുമ്പിൽ മടങ്ങും. ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഈ ഒരു അഭിഷേകം ഇവിടെ നിറയട്ടെ. അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങിയതുപോലെ, അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങിയതുപോലെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ദൈവത്തിന്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ അടിച്ച് കർത്താവിനെ ആരാധിക്കാം. എല്ലാ കഴിവുകളും ഉപയോഗിച്ച് രണ്ട് വശത്തേക്ക് അടുത്തുള്ളവരെ നോക്കി കാലുകളൊക്കെ മാറ്റി നൃത്തത്തോടെ കർത്താവിനെ ആരാധിക്കാം. എല്ലാം മറന്ന് ആരാധിക്കാം. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. സ്ത്രീകന്മാരിൽ നിറഞ്ഞതുപോലെ അഭിഷേകം ചെയ്യണമേ. ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. സ്നേഹന്മാർ നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഈ ആലയത്തോട് ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ കാണിക്കുന്ന വലിയ സ്നേഹവും നന്ദിയും നമുക്ക് പ്രാർത്ഥനയായി സമർപ്പിക്കാം. താവേ, ഇന്നേ ദിവസം UK-യിൽ അച്ഛൻ ധ്യാനം നടത്തുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം കൊണ്ട് അച്ഛനെ നിറയ്ക്കണമേ. അതോടൊപ്പം തന്നെ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ബഹുമാനപ്പെട്ട സാജുവച്ചനിലേക്ക് ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവ് നിറയുവാൻ ആഗ്രഹിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. വലിയൊരു അഭിഷേകം ഈ കൂട്ടായ്മയെ നിറയാൻ ആഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ അധരങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പ്രാർത്ഥിക്കട്ടെ. താവേ, വായി തുറക്കുമ്പോൾ വചനത്തിൻ്റെ കവാടം തുറക്കുവാൻ ദാസനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാൻ അവിടുത്തെ കരം നീട്ടണമേ. ഞങ്ങൾ സമൂഹം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മളൊരു വെഞ്ചരിപ്പ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ പ്രഭാതത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് നമ്മൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ക്ഷീണം, മന്ദത, മരവിപ്പ്, ആത്മീയമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കുറേ വ്യക്തികൾ വരാൻ ആഗ്രഹിച്ചു, പല പല കാരണങ്ങളാൽ സാധിച്ചില്ല. ഇന്ന് രാത്രിയൊക്കെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. എങ്കിലും ദൈവം നമ്മളെ ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു.
ദൈവം നമുക്ക് വലിയൊരു വിടുതൽ തരാൻ ആഗ്രഹിക്കുകയാണ്. തുടർന്ന് പറയപ്പെടുന്ന വചനങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ തക്കവിധം നമ്മുടെ ഹൃദയ വയലുകളെ ഈശോയെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുള്ള അതോ മറ്റേതെങ്കിലും തിന്മയുടെ സ്വാധീനം ഉണ്ടെങ്കിൽ അതിലൊന്ന് വിട്ടുമാറാൻ വേണ്ടി ഈ സമൂഹത്തെയും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള വായു, ജലം, മണ്ണ് എല്ലാത്തിനെയും ഒന്ന് ബന്ധിച്ച് നമ്മളൊന്ന് വിടുതൽ കൊടുക്കുന്ന സമയമാണിത്. കണ്ണ് അടച്ചു പിടിക്കാമോ? സഹോദരിമാർ ശോകത്താൽ എടുക്കാറ്റിയിടാം. എങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം? കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഉറക്കെ പ്രാർത്ഥിച്ച്, രക്ഷിതാവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, ഈ പ്രഭാതത്തിൽ തടസ്സങ്ങളൊക്കെ മാറ്റി ഈ ആലയത്തിലേക്ക് അവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ ആയുസ്സും ആരോഗ്യവും സമ്പത്തും വരുമാന മാർഗങ്ങളും എനിക്കുള്ളതെല്ലാം അങ്ങ് നൽകിയ ദാനമാണ് ഏറ്റുപറയുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മീയമായ ഉന്നതിയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ അന്ധകാര ശക്തികളും തിന്മയുടെ സ്വാധീനങ്ങളും ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടകലട്ടെ. കർത്താവായ യേശുവേ, ഹൃദയം തുറന്ന് വചനം കേൾക്കുവാനും അധരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാനും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുവാനും തടസ്സം സൃഷ്ടിക്കുന്ന നല്ല കുമ്പസാരവും മാനസാന്തരവും അസാധ്യമാക്കുന്ന എല്ലാ നാരകീയ ശക്തികളും യേശുനാമത്തിൽ ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഈ കൂട്ടായ്മയിൽ നിന്ന്, ഈ ഹാളിൽ നിന്ന് വിട്ടകലട്ടെ. കർത്താവായ ദൈവമേ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ക്ഷീണം, ഉറക്കം, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ, ഏകാഗ്രതയില്ലായ്മ, എതിർചിന്തകൾ എന്നിവയുടെ എല്ലാ അരൂപികളും ശക്തികളും ഈ നിമിഷം തന്നെ ഞങ്ങളിൽ നിന്ന് വിട്ടകലട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന അമിതമായ ദുഃഖം, ആകുലത, ഉത്കണ്ഠ, ജീവിത വ്യഥകൾ, രോഗപീഠകൾ യേശുനാമത്തിൽ ഞങ്ങളിൽ നിന്ന് വിട്ടകലട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരു രക്തം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. കഴിഞ്ഞ കാലങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ഏതെങ്കിലും പാപപ്രവൃത്തിയുടെയോ തിന്മയുടെയോ സ്വാധീന ശക്തികൾ ഞങ്ങളുടെ ബുദ്ധിയെയോ മനസ്സിനെയോ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ എല്ലാ കെട്ടുകളും യേശുനാമത്തിൽ ഇപ്പോൾ തന്നെ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ഗബ്രിയേലേ, റഫായേലേ, ഊരിയ വാളുമായി ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുവാൻ തക്കവിധം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളും അസ്വസ്ഥതകളും ഇപ്പോൾ തന്നെ വിട്ടകലട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമോ? കണ്ണുകൾ അടച്ചു പിടിക്കാമോ മക്കളെ? കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ മേഖലകളെയും സമർപ്പിക്കാം. ദൈവമേ, തുടർന്ന് ഞങ്ങൾ വചനം ശ്രവിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട മക്കളെ ഓർക്കുക, പിശാച് ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണ് ഒരു ദൈവ പൈതൽ വചനം ശ്രവിക്കുന്നത്. കാരണം വചനം ശ്രവിക്കുന്നത് പിശാചിന് അസ്വസ്ഥതയാണ്. വചനം യേശുവാണ്. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ പിശാചിന് നിലനിൽക്കാൻ പറ്റില്ല. ദൈവമേ, ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ഈ ഒരു ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സെവർഖാൻ വട്ടാലിച്ചിൻ്റെയും ബിനോയിച്ചിൻ്റെയും സെഗിയോൻ ധ്യാന ടീമിൻ്റെയും ആത്മീയ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇവിടെ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ ഈ ശുശ്രൂഷയുടെ പരാജയം ആഗ്രഹിച്ച് ലോകത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് ആരുടെയെങ്കിലും എതിർ പ്രാർത്ഥനകളോ പൂജകളോ തിന്മയുടെ സ്വാധീനങ്ങളോ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവയുടെ സ്വാധീനങ്ങളെ ബന്ധിച്ചു കെട്ടി പ്രാർത്ഥിക്കുന്നു. ഈ കോമ്പൗണ്ടിലേക്കോ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളിലേക്കോ കടന്നു വന്നിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറട്ടെ. കലഹത്തിന്റെ ഭിന്നതയുടെ അരുവികൾ വിട്ടുമാറട്ടെ. കർത്താവെ, സ്വാർത്ഥപരമായി ചിന്തിക്കുന്ന വ്യക്തികളുടെ സ്വാർത്ഥത എടുത്തു മാറ്റണമേ. ഈ കൂട്ടായ്മയെ തകർക്കാൻ സാത്താൻ ഒരുക്കുന്ന എല്ലാ കെണികളെയും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ചു കെട്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ശുശ്രൂഷകരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഏറ്റെടുക്കണമേ. കർത്താവെ, കരനീട്ടി അനുഗ്രഹിക്കണമേ.
അനുഗ്രഹിക്കണമേ. നിങ്ങളെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കുന്ന ഒരായുധവും നിങ്ങൾക്കെതിരെ ഫലപ്രദമാവുകയില്ല. നിങ്ങൾക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന സകല നാവുകളെ ഞാൻ ഖണ്ഡിക്കും. ഇത് കർത്താവിന്റെ ദാസരുടെ പൈതൃകവും അവിടുത്തെ നീതി നടത്തലുമാണ്. ഓ ദൈവമേ, അങ്ങയുടെ ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. നാളുകളായി ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും തിന്മയുടെ സ്വാധീനങ്ങളും അന്ധകാര ശക്തികളുടെ പ്രവർത്തനങ്ങളും എല്ലാ തരത്തിലുള്ള ദൈവ നിഷേധത്തിന്റെയും യുക്തി ചിന്തയുടെയും പ്രാർത്ഥനാ മടുപ്പിന്റെയും മരവിപ്പിന്റെയും ലോകാരൂപിയുടെയും അരൂപികൾ വിട്ടകന്ന് വിട്ടകന്ന് നിത്യപാതാളത്തിൽ പോയി നിപതിക്കട്ടെ. കൈയടിച്ചു പാടാം. ഭൂവിലെങ്ങും നിറയട്ടെ അവിശ്വാസത്തിൻ അന്ധകാര ശക്തികൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. അവിശ്വാസത്തിൻ അന്ധകാര ശക്തികൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. പ്രാർത്ഥന തടസ്സത്തിൻ അന്ധകാര ശക്തികൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. പ്രാർത്ഥന തടസ്സത്തിൻ അന്ധകാര ശക്തികൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. ക്ഷീണം വന്നത മരവിപ്പിൻ ശക്തികൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. ക്ഷീണം വന്നത മരവിപ്പിൻ ശക്തികൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. എന്നാമം ഭൂവിലെങ്ങും രാജാധിരാജനാം മിശിഹാനാഥ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അതിരം തുറന്ന് മനസ്സ് തുറന്ന് പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ച് ഉറക്കെ സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, യെശയ്യാ 22:22 ദാവീദ് ഭവന്റെ താക്കോൽ ഞാൻ അവന്റെ തോളിൽ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാനാവില്ല. ദൈവമേ, അടഞ്ഞു കിടക്കുന്ന ഹൃദയങ്ങളെ തുറക്കണമേ, മനസ്സുകളെ തുറക്കണമേ യേശുവിന്റെ നാമത്തിൽ. കരങ്ങൾ ഉയർത്തി അതിരം തുറന്ന് വിളിക്കാമോ? പരിശുദ്ധാത്മാവേ, തിന്മയുടെ സ്വാധീനങ്ങളെ കത്തിച്ചാമ്പലാക്കുന്ന ആത്മാവിന്റെ അഗ്നി കത്തിപ്പടരട്ടെ. പാപത്തിന്റെ മുള്ളുകളെയും മുൾപ്പടർകളെയും താഴ്ത്തുന്ന ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. അനേകരിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു. മനസ്സിന്റെ ഭാരങ്ങൾ മാറുന്നു, മനസ്സിന്റെ ദുഃഖങ്ങൾ നീങ്ങുന്നു. രണ്ട് കരങ്ങളും ശിരസിനോട് ചേർത്ത് വെക്കണം. ഓ പരിശുദ്ധാത്മാവേ, നിറഞ്ഞ കവിയണമേ. ഗ്ലോറി 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 ഗ്ലോറി. ആത്മാഭിഷേകം രണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, തുടർന്നുള്ള മണിക്കൂറിൽ അമ്മയുടെ പ്രിയ മകൻ്റെ വചനം ശ്രവിക്കാൻ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ഏകാഗ്രമാക്കണമേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചാൽ ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറും. അമ്മയുടെ മക്കൾ ഏറെ ത്യാഗം സഹിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ മക്കൾക്ക് വേണ്ടി അമ്മ നിരന്തരം പ്രാർത്ഥിക്കണമേ. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും സാന്നിധ്യവും ഈ കൂട്ടായ്മയിലും ഈ ഒരു ശുശ്രൂഷയിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അമ്മയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് വലതുകരമുയർത്തി ഒരു നന്മ പറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാമോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കരങ്ങൾ താഴ്ത്താം. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നാം ഏവരും യോഗ്യരായി തീരാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓർക്കെ ആമേൻ.
ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പര സ്തുതി കൊടുക്കാവോ? സ്വസ്ഥാനങ്ങളിലേക്ക് ശാന്തമായിട്ടിരിക്കാം. പ്രൈസ് ദി ലോർഡ്. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു കൺവെൻഷൻ ഹാളിൽ വചനം പ്രസംഗിക്കാനായിട്ട് ഞാൻ വന്ന് നിൽക്കുന്നത്. എനിക്കൊന്ന് കോവിഡിനൊക്കെ ഒത്തിരി മുന്നേയൊക്കെ വരുമായിരുന്നു. പിന്നീട് പല പല കാരണങ്ങളാൽ നമുക്ക് ഈ ഒരു കൺവെൻഷൻ മുടങ്ങിപ്പോയി. എന്നാൽ ബഹുമാനപ്പെട്ട സേവ്യർകാരൻ വട്ടായിലച്ചൻ പ്രത്യേകമായ താല്പര്യം എടുത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇതെന്നുള്ള ഒരു ബോധ്യം അച്ഛന് കിട്ടിയതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, ഇനിയുള്ള നാളുകളിലെല്ലാം സെഹിയോനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞയക്കുന്ന ശുശ്രൂഷകരായിരിക്കും ഇവിടെ ശുശ്രൂഷയ്ക്ക് വരുന്നത് എന്നുള്ള കാര്യം അച്ഛൻ നിങ്ങളോട് അറിയിച്ചിരുന്നല്ലേ. അതനുസരിച്ച് കഴിഞ്ഞ മാസത്തിൽ സാബു അർദ്ധോട്ടിസനായിരുന്നു, ബ്രദറായിരുന്നു. ഈ കഴിഞ്ഞ മാസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഇത് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞു, സാജു അച്ഛൻ ഒരിക്കൽ കൂടി അവിടെ ചെന്ന് ഇപ്രാവശ്യത്തെ കൺവെൻഷൻ നടത്തണം. അത് ഒന്നാമത്തെ ആഴ്ചയാണ്. ചില പ്രത്യേക കാരണങ്ങളാൽ നമ്മൾ കൺവെൻഷൻ ഒന്നാം ആഴ്ചയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അപ്പം അച്ഛന് പ്രത്യേകം ചെയ്യണമെന്ന് പറഞ്ഞ് വട്ടാരിച്ച് നേരിട്ട് എന്നെ വിളിച്ച് പറഞ്ഞതിൻ്റെ ഫലത്തിനാണ് ഞാനിന്ന് ഇവിടെ നിൽക്കാൻ കാരണമാകുന്നത്. എനിവേ, എനിക്കൊത്തിരി സന്തോഷമാണ്. നമ്മൾ വലിയ ആളുകളൊന്നും ഇന്ന് വന്നിട്ടില്ല, പല പല കാരണങ്ങളുണ്ടാവും. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, പ്രിയപ്പെട്ടവരെ, ഈ ദേശത്ത് ദൈവം ഇങ്ങനെ ഒരു ശുശ്രൂഷ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഒരു കാലഘട്ടത്തിൽ ഒത്തിരിയേറെ നന്മയിൽ വളർന്നുകൊണ്ടൊരു ശുശ്രൂഷയാണ് നമുക്കറിയാം. എന്നാൽ പിശാചിന് ചില പ്രത്യേകമായ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച് ശുശ്രൂഷകളെ തടസ്സപ്പെടുത്താൻ പിശാച് പല രീതിയിൽ പ്രവർത്തിക്കും. അങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളെ പരിണിത ഫലമായിരിക്കാം പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് അത് നിന്നുപോയത്. വീണ്ടും ദൈവം അച്ഛനിലൂടെ ഇത് പറഞ്ഞതിനെ ഓർത്ത്, പരിശുദ്ധാത്മാ അച്ഛന് കൊടുത്ത ഒരു വലിയ ഒരു തിരിച്ചറിവിനെ ഓർത്ത് വലതുകരമുയർത്തി ഒരു 2 തവണ ഹല്ലേലൂയ പറഞ്ഞ് ഒരിക്കൽ കൂടി പറ, കരങ്ങൾ താഴ്ത്താം. അപ്പം ബഹുമാനപ്പെട്ട സംഗീത സിസ്റ്റർ, ഇതിൻ്റെ ഡയറക്ടേഴ്സും അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും മദറും എല്ലാവരും ചേർന്ന് അവർ അല്പം ത്യാഗം ചെയ്തുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ മനോഹരമായ സൗണ്ട് സിസ്റ്റം, ഇത്രയും വലിയ സൗണ്ട് സിസ്റ്റമൊക്കെ ഒരു ദിവസം നമുക്ക് നടത്തുമെങ്കിൽ അതുപോലെ എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തു. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, അപ്പോൾ ഇത് നിങ്ങളൊക്കെ കൊടുക്കുന്ന നിസ്സാരമായ സ്തോത്ര കാഴ്ച കൊണ്ടാണ് ഇതൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അച്ഛൻ പിരിവിനെക്കുറിച്ച് പറയാൻ വേണ്ടിയല്ല, പക്ഷേ ത്യാഗം സഹിച്ചാണ് അവർ ഈ ശുശ്രൂഷ ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട്, തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടി നമ്മളൊരല്പം ത്യാഗം സഹിച്ചാൽ ദൈവം അതിനിരട്ടിയായി അഭിഷേകം നടക്കും. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് ഈ പരിസരത്തുള്ള കുറേ വ്യക്തികൾക്കെങ്കിലും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി മാറാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഒരു സംഭവം പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ താമസമുള്ള ധ്യാനം നടക്കുകയായിരുന്നു. അപ്പോൾ താമസമുള്ള ധ്യാനം നടക്കുമ്പോൾ ഈ ഒരു ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് കേട്ടിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബം അവർ വന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. തിരുവനന്തപുരത്ത് ഒരു പ്രത്യേകമായൊരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവിടുത്തെ കുടുംബനാഥൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം വലിയ ഒരു അപമാന ഭാരത്തിൽപ്പെട്ട് കിടക്കുകയാണ്. അദ്ദേഹം ചെയ്യാത്ത ഒരു തെറ്റിൻ്റെ പേരിൽ ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ മാറി, അപ്പോൾ അദ്ദേഹത്തെ ക്രൂശിക്കുന്ന ഒരവസ്ഥയാണ്. അദ്ദേഹം ഹാർട്ടിന് സ്റ്റെൻ്റ് ഇട്ടിരിക്കുന്ന ആളാണ്. പക്ഷെ സഹിക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്നവരെല്ലാം വിളിച്ചു ചോദിക്കുകയാണ്, എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ധ്യാനകേന്ദ്രത്തെക്കുറിച്ച് എങ്ങനെയോ ഒരു യൂട്യൂബിൽ അങ്ങനെ കാണാനിടയായത്. അപ്പം തന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ അച്ഛൻ്റെ ധ്യാനം നടക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കാർ എടുത്ത് ഇവിടെ വന്നു. ഒരു അരമണിക്കൂർ നേരം എന്നോട് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നലെ തിരിച്ച് അദ്ദേഹം പറയുകയാണ്, അച്ഛാ, എൻ്റെ മനസ്സിൽ വലിയൊരു അനുഗ്രഹമാണ്, എൻ്റെ മനസ്സിൻ്റെ ഭാരമെല്ലാം മാറി, ഇപ്പം എനിക്ക് പേടിയൊന്നുമില്ല അച്ഛാ, എനിക്കൊരു ടെൻഷനുമില്ല. ഇന്ന് രാവിലെ അദ്ദേഹം എനിക്ക് മെസ്സേജ് ഇട്ടു, അച്ഛാ, ആ കേസ് വേറെ വഴിക്കാണ് പോകുന്നത്. ഒരു വലിയ ഉന്നത സ്ഥാനത്തിൻ്റെ MD ആയിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇതുവരെ എന്നെ പോലീസുകാരൊന്നും വന്നിട്ടില്ല, പക്ഷേ ഇന്നലെ തൊട്ട് അതിൻ്റെ ദിശ മാറിപ്പോകുന്നു. ഇപ്പം എന്നെ അല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത്, വേറെ കുറച്ച് പേരെയാണ്. അങ്ങനെ അദ്ദേഹം പറയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്കിവിടെ വരാൻ പറ്റിയത്. ഇതുപോലെ ഒട്ടനവധി ആളുകൾ. മിനിഞ്ഞാന്ന് ഇവിടെ ഒരു പെൺകുട്ടി സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വന്നു. ആ പെൺകുട്ടി 7.5 വർഷം മുമ്പ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാൽമുട്ടിൻ്റെ താഴോട്ട്, ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കാൽമുട്ടിൻ്റെ താഴോട്ട് ഒരു വേദന അങ്ങ് ആരംഭിച്ചതാണ്.
ഈ വേദന എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യർക്കും അറിയത്തില്ലാത്ത ഒരു വേദന. വൈദ്യശാസ്ത്രം മുഴുവൻ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അവർ പറയണത് ഈ കൊച്ചു വല്ല സൈക്കോളജി അതിന് സൈക്കാട്രിക് പ്രോബ്ലം ആയിരിക്കും, അതിന് വേറെ രോഗമൊന്നും. പക്ഷേ ഈ കൊച്ചിൻ്റെ കാല് നിലത്ത് കുത്താൻ പറ്റുന്നില്ല. എന്നിട്ട് കംപ്ലീറ്റ് ആ കൊച്ച് കാലിൻ്റെ മുട്ടിന് താഴോട്ട് മുഴുവൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ഞാൻ ഈ കുട്ടിയെ ഒരു 6 വർഷം മുമ്പ് ഞാൻ കാണുന്നതാണ്. അന്നു മുതൽ എൻ്റെ ഒറ്റ പ്രാർത്ഥനയായിരുന്നു, ദൈവമേ ഈ കുഞ്ഞ് സ്വന്തം കാലേ നടന്ന് വരുന്നത് കാണണം. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. മിനിഞ്ഞാന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതകരമായിട്ട് ആ പെൺകുട്ടി കടന്നു വന്നു. എൻ്റെ നയനങ്ങളെ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ഒരു 3 മാസം മുന്നേ എന്നെ വരുമ്പം എന്നെ കാണാൻ വരുമ്പോൾ ആ കുട്ടിയെ എടുത്തുകൊണ്ടാണ് വന്നത്. പക്ഷേ ആ പെൺകുട്ടിക്ക് ദൈവം അത്ഭുതകരമായിട്ടൊരു സൗഖ്യം കൊടുത്തു. ഈ കഴിഞ്ഞ ദിവസം അവർ വന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഡോക്ടർമാരിലൂടെയാണ്. പക്ഷേ എല്ലാ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് അവസാനം ലാസ്റ്റ് സമയത്ത് തന്നെ ഇവിടെ ധ്യാനം നടക്കുമ്പോൾ എന്നെ കാണാൻ വേണ്ടി വരുമ്പോൾ, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വന്നത്, വരുമ്പം അവൾ പറഞ്ഞു, അച്ഛാ ഞാൻ മനസ്സുകൊണ്ട് ഈശോയുടെ ഹിതമാണെങ്കിൽ എൻ്റെ കാല് മുറിച്ച് മാറ്റട്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഇപ്പോൾ ആ കൊച്ച് കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നപ്പോൾ എന്നോട് പറയുകയാണ്, അച്ഛാ അത്ഭുതകരമായിട്ട് ദൈവം ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ശേഷം ദൈവം ഒരു അനുഗ്രഹം ചൊരിഞ്ഞു. ഇവിടെ വന്ന് ടെസ്ലിസിനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടെ വന്നിരുന്നു നേരത്തെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആ സഹോദരിയുടെ അവരുടെ കുടുംബത്തിന് ഏറ്റവും വലിയ സാക്ഷി ഇതാണ്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. 7.5 വർഷത്തെ കാത്തിരിപ്പ്. ആ പെൺകുട്ടി പറയാണ്, ഞാനിപ്പോൾ അവൾ ബിടെക് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. ആ പെൺകുട്ടി പറയാണ്, അവൾ സ്വന്തമായിട്ട് കാർ ഓടിക്കും. ഈ കാലിന് വേദനയാണെങ്കിലും അവൾ കാർ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തിരുന്നു. ഒറ്റ കാലുകൊണ്ട് അവൾ വണ്ടി ഓടിക്കുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അവൾ പറയാണ്, അച്ഛാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, ഞാൻ അമൽജ്യോതി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ആ സ്റ്റേജിൽ കയറി ഒന്ന് ദൈവത്തെ മഹത്വപ്പെട്ട് നൃത്തം ചെയ്യണം. ഈ കഴിഞ്ഞ ഫെയർവെല്ലിന് അതും ദൈവം അനുവദിച്ചു. ഈ 2 മാസത്തിനുള്ളിൽ അത്ഭുതകരമായി ആ കൊച്ചിൻ്റെ കാല് കണ്ടാൽ പഴയ കാലാണെന്ന് അറിയില്ല, പക്ഷെ ഇപ്പം നടക്കുമ്പോൾ ചെറിയൊരു ചട്ടുണ്ട്. പക്ഷേ അത്രയും ദിവസം വാക്കറേ വന്നിരുന്ന കുട്ടി അന്ന് എന്നെ കാണാൻ വേണ്ടി നടന്നു വരുന്നത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ദൈവം ഈ ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ടും ഇവിടെ വരുന്നവർക്കും ദൈവം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒത്തിരി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിച്ച് നിങ്ങൾ പറ്റുന്ന കുറച്ച് പേരോടൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ട് അവരോടൊന്ന് പറഞ്ഞ് ഈ ശുശ്രൂഷയെ നമ്മൾ ശക്തിപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ശുശ്രൂഷയെ പരാജയപ്പെടുത്താൻ ചില തിന്മയുടെ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയെ ചെറുത്ത് തോൽപ്പിക്കണം. വചനം പറയുന്നിങ്ങനെയാണ്, പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ, അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തോട് ചേർന്നിരിക്കുവിൻ, അവിടെ നിങ്ങളോടും ചേർന്നിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ജീവനെ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് വളരെ ഉയർത്തി പിടിച്ചേ. ദൈവമേ, ഈ ഒരു കൂടാരം എന്ന് പറയുന്നത് അനേകം ആളുകളുടെ കണ്ണീര് വീണ് കുതിർന്ന ഒരു കൂടാരമാണ്. ഇവിടെ കണ്ണീരോടെ പ്രാർത്ഥിച്ച അനേകരുടെ ആവശ്യങ്ങൾ അവിടുന്ന് സ്വർഗം തുറന്ന് കേട്ട് അവരെ അനുഗ്രഹിച്ചതിൻ്റെ നേർസാക്ഷ്യങ്ങൾ ഞങ്ങളുടെ കൺമുമ്പിലുണ്ട്. ഒരു കാലഘട്ടത്തിൽ നിന്നുപോയ ആ ഒരു സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷൻ ഒരിക്കൽ കൂടി ഇവിടെ പുനരാരംഭിക്കപ്പെടുമ്പോൾ ദൈവമേ, ഈ ഒരു ശുശ്രൂഷയെ തകർക്കാൻ ആരെല്ലാം ശ്രമിച്ചാലും അതിനെല്ലാം തകർത്ത് തോൽപ്പിക്കുവാൻ അങ്ങയുടെ ശക്തിയുണ്ടല്ലോ. ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തൻ്റെ അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കുന്ന സർവശക്തനായ ദൈവത്തെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന മക്കൾ ഒരേ മനസ്സോടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടട്ടെ. ഈ സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷന്റെ എല്ലാ തടസ്സങ്ങളും, ഇവയ്ക്കെതിരെ നിലനിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളും, തിന്മയുടെ ശക്തികളെ വിട്ടുമാറാൻ വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, യേശുവേ എന്നൊരൊക്കെ വിളിച്ചേ, ഒറ്റ വിളി, ഓ ജീസസ്, we call upon your mighty name. യേശു നാമത്തെ ഞങ്ങൾ വിളിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരണം. കർത്താവേ, പൂർവ്വകാലത്തിനേക്കാൾ ഉന്നതമായ അഭിഷേകം കൊടുത്ത് ഈ സെന്ററിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ബന്ധനങ്ങളെ തകർക്കണമേ, കെട്ടുകളെ അഴിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, എന്നേക്കും ആമേൻ. ഉറക്കെ പറ ആമേൻ. കൈ ഉയർത്തി ദൈവത്തെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്ത് എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക, അത് ലഭിക്കുക തന്നെ ചെയ്യും. അത് കിട്ടിയിട്ടുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷം, ഹല്ലേലൂയ. ഇന്നലെ മുതൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ദാനിയേലച്ചൻ ഒരു 40 ദിവസത്തെ പ്രാർത്ഥന തുടങ്ങി. അത് അറ്റൻഡ് ചെയ്യുന്നവരൊന്ന് കൈ ഉയർത്താമോ? വെരി ഗുഡ്, നിങ്ങൾ നല്ല മനുഷ്യരാണ്. പ്രൈസ് ദി ലോർഡ്. നല്ല കാര്യം. അറിയത്തില്ല, അവർ ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത 40 ദിവസത്തേക്ക് വളരെ പ്രത്യേകമായി അച്ഛൻ ഒരു നല്ല ടോക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഒരു ടാസ്കൊക്കെ ആയിട്ട് തരുന്നുണ്ട്. ഇന്നലെ ആദ്യ ദിവസമായിരുന്നു. നിങ്ങളൊരു 10-20 പേർക്ക് അറിയത്തില്ല, അത് വിളിച്ച് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായിട്ട് അച്ഛൻ ഓരോ ദിവസവും നിങ്ങൾ ഒഴിവാക്കേണ്ട ഓരോ തിന്മയും നമ്മൾ ആർജിക്കേണ്ട ഓരോ പുണ്യവും ഒക്കെ വളരെ മനോഹരമായിട്ട്
വളരെ സിമ്പിളായിട്ടാണ് അച്ഛൻ്റെ സ്റ്റൈലി അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൽ ഒത്തിരി പേര് ഇത് കാണുന്നുണ്ടെന്ന് കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് പണ്ടും ഇവിടെ വരുമ്പോൾ ഒരു ഏറ്റവും വലിയ സന്തോഷം, ഇവിടെ കുറച്ച് പേരെ വരുന്നവരൊക്കെ നല്ല തീഷ്ണവതികളും ആത്മീയ കാര്യങ്ങൾ വില കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിനി അടുത്ത 15 ദിവസം എന്ന് പറയുന്നത് നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെയും ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെയും ആ ഒരു തിരുനാളിന് വേണ്ടി ഒരുക്കമാണ്. ഓഗസ്റ്റ് 15 വരെ 15 നോമ്പ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഈ ദിവസങ്ങളിൽ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാവുന്നതാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അധികം പേർ നടത്താറില്ല. എങ്കിലും 15 നോമ്പെടുത്ത് പ്രാർത്ഥിച്ചാൽ അതിന് ചില അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. നിങ്ങൾ നിയോഗം വെച്ച് ഇനിയുള്ള 15 ദിവസങ്ങൾ നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ചെറിയ ത്യാഗങ്ങളൊക്കെ ചെയ്ത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ 15 ദിവസങ്ങൾക്കുള്ളിൽ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളോട് പറയണം, നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും ഒന്നും മാറ്റാൻ പറ്റിയല്ല. പറ്റുമോ? അത് ദൈവം അനുഗ്രഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള പല പാപമേഖലകൾ ഒറ്റയടിക്ക് മാറ്റാൻ അത്ര എളുപ്പമല്ല. എങ്കിലും നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരോ കൊച്ചു കൊച്ചു പാപങ്ങളിൽ നിന്ന് നമ്മൾ കരുതുന്ന ഈ പാപങ്ങളെ നമ്മൾ പതുക്കെ പതുക്കെ പെറുക്കി കളയണം. അത് ശരിക്കും പറഞ്ഞാൽ ഈ നിങ്ങൾ ചേച്ചിമാർക്കൊക്കെ അറിയാമല്ലോ, ഈ അരിയിൽ നിന്ന് കല്ല് പെറുക്കി കളയല്ലേ എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു പാപത്തെ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ആ പാപം നമ്മുടെ ജീവിതത്തിൽ വിട്ടു പോകുന്നത് വരെ ആ പാപത്തെ നമ്മൾ പറിച്ചറിയാൻ വേണ്ടി നോക്കണം. അത് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങൾ കുമ്പസാരിക്കാൻ വേണ്ടി പോവുകയാണ്. കുമ്പസാരിക്കാൻ വേണ്ടി പോകുമ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് വേണം, നിങ്ങളെന്നും എല്ലാ തവണയും കുമ്പസാരിക്കും ചില പാപങ്ങളുണ്ടാവും ഇല്ലേ? ചിലർക്ക് അതേ ഉണ്ടാവുള്ളൂ. പണ്ട് ആദ്യ ഖുർആൻ തൊട്ട് ചില പാപമുണ്ട്, അടിച്ചു ഇടിച്ചു പിടിച്ചു കടിച്ചു കഴിഞ്ഞു, അങ്ങനെ കുറേ പാപങ്ങളുണ്ട്. അതല്ല, പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് പാപങ്ങളുണ്ടാവും. നിങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എല്ലാ തവണയും ചെയ്യും, നമ്മൾ പറയും ഇനി മേലിൽ പാപം ചെയ്യില്ല, വീണ്ടും അത് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ അതിനെ ഒരു ഈസി മട്ടിപ്പോയാൽ നമ്മുടെ കുമ്പസാരം കൊണ്ട് ഒരു അനുഗ്രഹം ഉണ്ടാവില്ല. സോ വി ആർ ഇൻ ദ സെയിം പിറ്റ്. നമ്മൾ വീണ്ടും അതേ കുഴിയിലോട്ട് വീണു പോകണം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തിന്മ, ആ തിന്മയെ നമ്മൾ കുറച്ച് നാളേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ തിന്മ ഇല്ലാതാക്കാൻ പരിശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഉദാഹരണം പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചീത്ത പറയുന്ന സ്വഭാവമുള്ള ആളാണെന്ന് മനസ്സിലാക്കുക. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ തെറി വാക്ക് പറയും, ചീത്ത പറയുന്ന ഒരാളാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല, ബാക്കി എല്ലാ കാര്യവും ഓക്കെയാണ്, നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആൾക്കാരോടൊക്കെ. പക്ഷെ ദേഷ്യം വന്നാൽ ആരും നോക്കില്ല, ചീത്ത ഉദാഹരണം പറയാം കേട്ടോ. ഈ ഒരു ചീത്ത പറയുന്ന സ്വഭാവം നമ്മൾ ഓർക്കുമ്പോൾ ദൈവം സഹായിച്ച് വലിയ പാവമൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇപ്പോൾ ചെറിയൊരു ചീത്ത പറയുന്നതല്ലേ ഉള്ളൂ, അത് സാരമില്ല, ദേഷ്യം വരുമ്പോൾ അങ്ങ് പറയണമല്ലേ. നമ്മൾ നിസ്സാരമായിട്ട് എടുക്കരുത്. നിങ്ങൾ ചിന്തിക്കുക, അടുത്ത ഒരു 5 കുമ്പസാരം വരെ ഈ പാപം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ പറയണം, കർത്താവേ, ഇന്നത്തെ ദിവസം എനിക്ക് ഈ ചീത്ത പറയാതിരിക്കാൻ നീ എനിക്ക് കൃപ നൽകണം. എന്നിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് നിങ്ങൾ ചിന്തിക്കുക, ദൈവമേ ഞാൻ എത്ര പ്രാവശ്യം ചീത്ത വിളിച്ചിട്ടുണ്ട്? അപ്പോൾ ഓർമ്മ വന്നു, 4 തവണ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ദൈവം മാപ്പ് ചോദിക്കുന്നു, നാളെ അത് 3 ആക്കി മാറ്റണം. ഇങ്ങനെ ഒരു കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ചെയ്ത് കഴിയുമ്പോൾ എന്താവും? നിങ്ങൾ അതിൻ്റെ മേൽ അതിനെ കീഴ്പ്പെടുത്താൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ ഇത് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതെല്ലാം മേഖലയിലാണ് നമുക്ക് തന്നെ അറിയാം, ഈ തെറ്റ് നമുക്ക് ഇഷ്ടമല്ല, ഈ തെറ്റ് ചെയ്യാൻ പാടില്ല. മേ ബി ചിലപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നുണ പറയുന്ന സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ ചിത്രങ്ങൾ, വീഡിയോസ്, അല്ലെങ്കിൽ സമയം വെറുതെ പാഴാക്കുകയാണ്. അതായത് നമ്മൾ ഈ ഇപ്പോൾ മൊബൈൽ ഇഷ്ടം പോലെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നു, നമ്മുടെ പണിയൊന്നും നടക്കത്തില്ല. അപ്പോൾ നമ്മളൊരു നിശ്ചിത സമയം, ഓക്കെ ഞാൻ ഇത്രയും സമയം ഇത് കാണുകയുള്ളൂ, ഒരു ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഈ സ്വഭാവങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സ്വഭാവങ്ങൾ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന സമയം നമ്മൾ പറയല്ലേ, നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അനിയന്ത്രിതമായി മാറുന്ന എപ്പോഴാണ്? നമ്മൾ ഇതിൻ്റെ കടിഞ്ഞാൺ അവനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വെരി ഗുഡ്, ഉറക്കെ വായിച്ചോളൂ. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ വിട്ടുകൊടുക്കില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ കൺട്രോൾ നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ സ്വഭാവങ്ങളുടെ കൺട്രോൾ നമ്മുടെ കിട്ടണം. അപ്പോൾ നമ്മുടെ മുൻകോപമായിരിക്കാം, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത മുൻകോപമാണ്. അപ്പോൾ ഈ മുൻകോപം നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് പോകാതെ നമുക്ക് പിന്നെ കൺട്രോൾ വേണം. ബൈബിൾ പറയാണ് എവറിത്തിങ് ഈസ് ലോഫുൾ, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്. ഇപ്പോൾ നമുക്ക് മൊബൈൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പ്രവൃത്തി ചെയ്യാതിരിക്കാം,
ഇതൊക്കെ നിയമം അനുശാസിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എത്രമാത്രം എനിക്ക് പ്രയോജനകരമാണ്. ഇപ്പോൾ നമുക്ക് നിയമാനുസൃതമാണെങ്കിലും പ്രയോജനകരമല്ലാത്തത് നാം ചെയ്തു തുടങ്ങിയാൽ അത് നമ്മുടെ ജീവിതത്തെ തകർക്കും, തളർത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 15 ദിവസങ്ങളിൽ നമ്മളിതുമ്പോൾ ദാനിയേലച്ചൻ്റെ ശുശ്രൂഷ ഒരു വശത്തോടെ പോയിക്കോട്ടെ, ഇന്നൊരു ദിവസം പരിശുദ്ധനോട് പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 15 ദിവസവും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദൈവം വെറുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതം നമ്മൾ ഒഴിവാക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, അല്ലേ? അപ്പോൾ ദൈവത്തെ സ്നേഹിക്കും, നമ്മളൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ ആൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ബൈബിളിൽ പ്രത്യേകിച്ചും നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണെന്ന് എനിക്കറിയാം. സുഭാഷിങ്ങളുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 16-ാം അധ്യായത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വെറുക്കുന്ന ചില കാര്യങ്ങളായിട്ട് വളരെ വ്യക്തമായിട്ട് 7 കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചു തരിക. നമുക്കറിയാം, അത് 7 നമ്മുടെ മൂലപാപങ്ങൾ പോലെയുള്ള 7 കാര്യങ്ങൾ തന്നെയാണ് അവിടെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. സുഭാഷിങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7ാമത് ഒന്നുകൂടി അവിടെ നമ്മൾ ഏച്ഛമായി കരുതുന്നു. എന്തൊക്കെയാണ് അവ? വായിച്ചോ. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്ങളുടെ രക്തം ചെയ്യുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞു വിടുന്ന കള്ളസാക്ഷി, സഹോദരങ്ങൾ ഭിന്നത വിതയ്ക്കുന്നവർ. ഈ 7 കാര്യങ്ങളാണ് ദൈവം വളരെ വെറുക്കുന്ന കാര്യങ്ങളായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ 15 ദിവസത്തിനുള്ളിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും 1ഓ 2ഓ പാപങ്ങളെങ്കിലും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പതുക്കെ ഇതിൻ്റെ അകത്തെ ഓരോരോ പാപങ്ങൾ നമ്മൾ എടുത്തു മാറ്റി കഴിയുമ്പം നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹപൂർണ്ണമായിട്ട് മാറും. ഈ ഒരു വിഷയം നിങ്ങൾക്ക് അറിയാവുന്ന വിഷയം തന്നെയാണ്, എങ്കിലും ഇതുമായിട്ട് സംസാരിക്കാനാണ് പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇതിനകത്തെ 1-2 വിഷയങ്ങൾ മുഴുവൻ എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഇത് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം. സുഭാഷിതം, ബൈബിളില്ലാത്തവർ സുഭാഷിതം 16-ാം അധ്യായം അതിൻ്റെ സുഭാഷിതം 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ ഓർത്തിരുന്ന് വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ മതി. അപ്പോൾ ഇതിനകത്ത് ആദ്യം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഗർവം നിറഞ്ഞ കണ്ണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗർവം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരം. ഒരു വ്യക്തിയുടെ നടപ്പും എടുപ്പും സംസാരവും വസ്ത്രധാരണയും കണ്ടാൽ അറിയാം ആ വ്യക്തി അഹങ്കാരിയാണോ അല്ലയോ എന്ന്. പറഞ്ഞാലേലയാ. ഒരു വ്യക്തിയുടെ നടപ്പും എടുപ്പും വസ്ത്രധാരണ രീതിയും സംഭാഷണവും കണ്ടാൽ ഒരു വ്യക്തി അഹങ്കാരിയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് അഹങ്കാരം ഉണ്ടാകുന്നത്? അഹങ്കാരം ഉണ്ടാകുന്നത് ദൈവത്തിലുള്ള ആശ്രയം കുറയുമ്പോഴും എല്ലാം എനിക്ക് സ്വന്തം കഴിവാലെ ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്ത കയറുമ്പോഴാണ് നമുക്ക് അഹങ്കാരം ഉണ്ടാകുന്നത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, കുടുംബത്തിൽ വലിയ രോഗമൊന്നുമില്ല, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല, കുടുംബത്തിലും സമൂഹത്തിലും നല്ല നിലയുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് പള്ളിയോടും ആത്മീയ കാര്യങ്ങളോടും വലിയ താല്പര്യം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപവാദങ്ങളുണ്ട്, കുറേ പേരൊക്കെ ഞങ്ങളുണ്ട്. പക്ഷെ കൂടുതൽ ആളുകൾ അങ്ങനെയുള്ളവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതൊന്നും ആവശ്യമില്ല, അത്യാവശ്യം ഒന്ന് പള്ളിയിൽ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം വളരെ മനോഹരമാണ്. 1 കൊറിന്ത്യൻസ് 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമെന്നിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? വളരെ വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഒരു വചനം ഒന്ന് ചിന്തിച്ച് നോക്കണം. കർത്താവ് നിന്നോട് ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കുകയാണ്, എടി നിനക്ക് എന്നെ അഹങ്കരിക്കാനുള്ളത്? ദാനമായി ലഭിച്ച് നിനക്ക് എന്താ ഉള്ളത്? നിൻ്റെ ആയുസ്, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സൗന്ദര്യം, നിൻ്റെ സമ്പത്ത്, നിൻ്റെ മക്കള്, നിൻ്റെ സ്ഥാനമാനങ്ങൾ, വാട്ട് എവർ യു ഹാവ് ഇസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നു. ഞാൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അടുത്ത നിമിഷം ഉണ്ടാകണമെങ്കിൽ ആര് വിചാരിക്കണം? ഒടേ തമ്പുരാൻ വിചാരിക്കണം.
എനിക്ക് എത്രമാത്രം ശക്തിയുണ്ടെങ്കിലും, എനിക്ക് എത്രമാത്രം അധികാരമുണ്ടെങ്കിലും, എനിക്ക് എത്രമാത്രം ആൾബലം ഉണ്ടെങ്കിലും, ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും, അടുത്ത നിമിഷം ഞാൻ ഉണ്ടാകണമെങ്കിൽ ഉടനെ തമ്പുരാൻ വിചാരിക്കണം. കർത്താവ് ചോദിക്കുക, നീ എന്തിനാ അഹങ്കരിക്കുന്നേ? പറയാം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, 2 സാമുവേൽ 14 പറഞ്ഞാണ്, നാം എല്ലാവരും മരിക്കും. നിലത്ത് വീണ് ചിതറിയാൽ ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത വെള്ളത്തുള്ളി പോലെയാണ് മനുഷ്യജീവിതം. നമ്മുടെ മനുഷ്യജീവിതം വളരെ നിസ്സാരമാണ്. എന്നിട്ട് നമ്മൾ അഹങ്കരിക്കുകയാണ്. നമുക്ക് ദൈവത്തെക്കാൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊക്കെയോ നമ്മുടെ തലയിലാണ്. നമ്മൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ എല്ലാം തകരും, നമ്മൾ ചെയ്തില്ലെങ്കിൽ എല്ലാം തീരുമെന്നാണ് നാം പലരുടെയും ചിന്ത. പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അഹങ്കാര ചിന്ത നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം. ഇതിന് നമ്മൾ നന്നായിട്ട് അധ്വാനിക്കണം. കാരണം നമുക്കറിയാം, ബൈബിൾ പരിശോധിക്കുമ്പം ബൈബിൾ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ കാണുന്നത് അഹങ്കാരം കൊണ്ട് തകർക്കപ്പെട്ട വ്യക്തികളാണ്. പറഞ്ഞു ഹല്ലേലൂയ. ആദ്യ മാതാപിതാക്കളുടെ അഹങ്കാരമാണ് അവരെ നാശത്തിലേക്ക് എത്തിച്ചതെന്ന് നമുക്ക് ബൈബിളിലൂടെ മനസ്സിലാവുന്നുണ്ട്. പിന്നീട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണുമ്പോൾ ബൈബിളിൽ പലരുടെയും ജീവിതമുണ്ട്. ബാബിലോൺ വരെ ദൈവത്തോടെ എത്തുന്ന വലിയ ഒരു കോട്ട പണിയാൻ വേണ്ടി, ഒരു കൊട്ടാരം പണിയാൻ വേണ്ടി ബാബേൽ ഗോപുരം പണിതുയർത്തിയവർ അഹങ്കാരത്തിൻ്റെ മൂർധന്യത്തിൽ നിന്ന് എപ്പോഴാണ് താഴോട്ട് വീണമെന്നുള്ള അനുഭവം നമുക്കറിയാം. എല്ലാം ഉണ്ടായിട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുമില്ലാത്തവനായി ഒരു ഉപ്പ് തൂണായി മാറിയ ലോത്തിൻ്റെ ഭാര്യയുടെ ഒക്കെ ചരിത്രം നമുക്കറിയാം. എവിടെയൊക്കെ അഹങ്കാരം ഉണ്ടായിട്ടുണ്ടോ അവിടെ തകർച്ച ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നതിങ്ങനെയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം. യാക്കോബ് 4:6 പറയുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, എളിയവർക്ക് കൃപ നൽകുന്നു. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പലതരം പറഞ്ഞ് പറയാമോ? ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, എളിയവർക്ക് കൃപ നൽകുന്നു. അപ്പോൾ നമുക്ക് കൃപ കിട്ടണമെങ്കിൽ നമ്മൾ എളിമപ്പെടണം എന്നുള്ളത് സംശയം വേണ്ട. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, പ്രഭാഷകൻ 3:18 വചനം പറയുന്നു, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നിന്നെ തന്നെ എളിമപ്പെടുത്തുക, അപ്പോൾ നീ കർത്താവിൻ്റെ കൃപയ്ക്ക് പാത്രമാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ അഹങ്കാരം കയറി കിടക്കുന്നതുകൊണ്ട് നമുക്ക് താഴാൻ പറ്റുന്നില്ല, നമുക്ക് മറ്റുള്ളവർ താഴാൻ പറ്റുന്നില്ല. ഇന്ന് നോക്കിയേ, കുടുംബ ബന്ധങ്ങൾ എന്താ പ്രശ്നം? ഭർത്താവിന് ഭാര്യ അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവ് പറയുന്നത് അനുസരിക്കാൻ പറ്റുന്നില്ല, മക്കൾക്ക് മാതാപിതാക്കൾ പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റുന്നില്ല, സമൂഹത്തിൽ മദർ പറയുന്നത് അവിടെയുള്ള സഹോദരിമാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പരസ്പരം ആരാണ് വലുത്, ഞാനാണോ അതാണോ, എനിക്ക് ഈ പൊസിഷനുണ്ട്, ഞാനാണ് കുടുംബത്തിലെ കുടുംബനാഥൻ, ഞാനാണ് കുടുംബത്തിലെ വീട്ടമ്മ, ഞങ്ങളുടെ മക്കളാണ്. ഇങ്ങനെ നമ്മൾ അനാവശ്യമായിട്ട് ആര് വലുത് ആര് ചെറുത് എന്നുള്ള ചിന്തയോടുകൂടി പ്രിയപ്പെട്ട മക്കളെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്തോ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നത് കൊണ്ടാണ് ഇന്ന് എല്ലാ തകർച്ചകളും എല്ലാ ബന്ധനങ്ങളും നമ്മുടെ കുടുംബത്തിൽ കടന്നു വരും. വേറെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നേ. നമ്മൾ അനാവശ്യമായിട്ട് ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായി കഴിയുമ്പം അയ്യോ അവിടെ വലിയ ബന്ധനമാണ്, ഇതൊക്കെ അങ്ങോട്ട് കള. ആദ്യം നമ്മുടെ ഹൃദയം ഒന്ന് ഫ്രീ ആക്കിക്കേ. ഈശോ ഏറ്റവും മനോഹരമായ ഒരു വലിയ ഒരു മാതൃക കാണിച്ചില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിഷ്യരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട്, ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയെങ്കിൽ നിങ്ങൾ പരസ്പരം കാലുകൾ കഴുകാൻ ബാധ്യസ്ഥനാണ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും എളിമപ്പെടാനും ബാധ്യസ്ഥനാണെന്ന വലിയ നന്മയുടെ ഒരു പാഠം വെളിപ്പെടുത്തി തന്നെ നമ്മുടെ തമ്പുരാൻ ഇന്ന് നമ്മോട് പറയാം, നിന്റെ ജീവിതത്തിൻ്റെ ഒരു തകർച്ചയുടെ കാരണം നിന്റെ അഹങ്കാരമായിരിക്കും. പിന്നെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങളിൽ ലൂസിഫർ എന്ന് പറയുന്ന ദൈവസന്നിധിയിൽ പ്രകാശവാഹകനായിരുന്ന ലൂസിഫർ എങ്ങനെയാണ് താഴേക്ക് വലിച്ചെറിയപ്പെട്ടതെന്ന് ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. അവൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് മാത്രമാണെന്നാണ് അവിടെ ധ്വനിയുള്ളത്. പിന്നെ ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം അതിൻ്റെ 14-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. വായിക്കാമോ? ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശ താഴെ വീണു, ജനങ്ങളെ കീഴടക്കി നിന്നെ തറയിൽ വെട്ടി വീഴ്ത്തിയിരിക്കുന്നു. അടുത്ത വചനം, നീ തന്നെത്താൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ സ്വർഗത്തിലേക്ക് കയറും, ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരിയിൽ ഞാൻ എൻ്റെ സിംഹാസനം സ്ഥാപിക്കും. വീണ്ടും ഉത്തരദിക്കിലെ അതിർത്തിയിലെ മുകളിൽ ഞാൻ ഇരിക്കും. വീണ്ടും
മേഘങ്ങളിലെ സമാഗമന കൂടാരത്തിൽ മുകളിൽ ഞാൻ ഇരിക്കും. വീണ്ടും ഞാൻ കയറും, ഞാൻ അത്യുന്നതനെ പോലെ ആവും. പറഞ്ഞേ ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ലൂസിഫർ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ദ ബെയറർ ഓഫ് ലൈഫ്, പ്രകാശവാഹകൻ എന്നാണ് അർത്ഥം. ദൈവസന്നിധിയിൽ പ്രകാശത്തെ വഹിച്ചുകൊണ്ടിരുന്ന ഒരു മാലാഖ തകർന്നു വീഴാനുള്ള കാരണം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ ഒരു വചനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അഹങ്കാരിയായി മാറി. അതുകൊണ്ട് നോക്കിക്കേ, ആ ഒരു 4 സെൻറ്റൻസിൽ മുഴുവൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ, എൻ്റെ. ഇതാണ് അഹങ്കാരിയുടെ ലക്ഷണം. എല്ലാം ഞാൻ. ഇത് ഞാനാണ് ഇവിടുത്തെ ആൾ, എൻ്റേതാണ്, ഞാൻ പറയുന്ന ആശയം, ഞാൻ പറയുന്ന തീരുമാനം വേറെ ആർക്കും അധികാരമില്ല. ഒരിക്കലും എളിമപ്പെടാൻ പറ്റില്ല, ഒരിക്കലും താഴാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും അന്ന് പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു പൊതു ചെയ്തു, ഞാൻ അവിടെയായിരുന്നു പൊതു ചെയ്തു, ഇങ്ങനെ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സർവ്വമഹത്വവും ഒരു വ്യക്തിയിലേക്ക് ഒതുക്കുന്നതാണ് അഹങ്കാരം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ വാക്ക്. നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് ഷുഡ് ഗോ ടു ഗാഡ്. പ്രിയപ്പെട്ട, നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ നിങ്ങൾ ഓക്കെ മക്കളെ നല്ല പ്രവൃത്തി ചെയ്തു, വെരി ഗുഡ്, എല്ലാവർക്കും ഇഷ്ടമായി, കർത്താവെ മഹത്വം ദൈവത്തിന്. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം നമ്മൾ ഉണ്ടാവണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമെന്നായി നമ്മൾ എളിമപ്പെടുകയാണ്. കർത്താവെ, ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു നല്ല കാര്യം ചെയ്തു, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു, എടാ ഭയങ്കര നന്നായിരിക്കുന്നു, നമുക്കുള്ളിൽ സന്തോഷം തോന്നും, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. സെയിം കർത്താവെ, എനിക്കിത് ചെയ്യാൻ പറ്റിയത് നിൻ്റെ കൃപ കൊണ്ടാണ്, അങ്ങയുടെ കൃപ കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. എനിക്ക് ഒരു ജപമാല ചെല്ലാൻ പറ്റി, കർത്താവെ നന്ദി പറയുന്നു. ഞാനും മസ്തിൽ പിടിച്ചിട്ടൊന്നുമല്ല, അങ്ങയുടെ കൃപ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് 10 വചനം ഓർക്കാൻ പറ്റി, ഈശോയെ നന്ദി പറയുന്നു, അങ്ങ് എനിക്ക് കൃപ നൽകിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എളിമപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കുമ്പം അവിടെ പിശാച് നമ്മളെ ഭരിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഓർക്കും, ഐ ആം സംബഡി, കർത്താവില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാം. ഇങ്ങനെയുള്ള ചിന്തകളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഴയ നിയമത്തിൽ പല ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തിയ സാവൂൾ രാജാവ്, അതുപോലെ തന്നെ ഉസിയ രാജാവ്, അതുപോലെ ഹെറോദേസ് രാജാവ്, ഇവരുടെയൊക്കെ തകർച്ചയ്ക്ക് കാരണം ഈ ഒരു അഹങ്കാരത്തിൻ്റെ മേഖലയാണ്. അതുകൊണ്ട് മക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഹങ്കാരം കയറിക്കഴിഞ്ഞാൽ 3 തകർച്ചകൾ ഉണ്ടാവുന്ന പറയുക. അതെവിടെയാണ് പറയുന്നത്? പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 7, 12, 13 വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ പറയണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഹങ്കാരം കയറിക്കഴിഞ്ഞാൽ 3 തകർച്ചകളുണ്ടാവും. 1, അഹങ്കാരം തുടങ്ങുന്നതോടുകൂടി കർത്താവിനും മനുഷ്യർക്കും വെറുക്കപ്പെട്ടവനായി മാറും. പ്രഭാഷകൻ 3:7 ഒന്ന് വായിക്കുക. പ്രഭാഷകൻ 3:7 സോറി 3:7 10:7 3 മാതാപിതാക്കളെ കുറിച്ചാണ് പറഞ്ഞത്. അഹങ്കാരം കർത്താവിനെയും മനുഷ്യനെയും വെറുപ്പിക്കും. അതാണ്, നീ അഹങ്കാരിയായി കഴിഞ്ഞാൽ കർത്താവ് നിന്നെ വെറുക്കും, മറ്റുള്ളവർ നിന്നെ വെറുക്കും. അതാണ് ആദ്യത്തെ കാര്യം. 2, 12-ാമത്തെ വാക്യം. അഹങ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവിൽ നകലാൻ തുടങ്ങും, ഹൃദയം സൃഷ്ടാവിനെ പരിത്യജിക്കും. പൊന്നുമക്കളെ, നിൻ്റെ ജീവിതത്തിൽ അഹങ്കാരം കയറിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവ് വേണ്ട, പിന്നെ ബുദ്ധി യുക്തിയാണ്. പതുക്കെ ദൈവത്തിന് നിൻ്റെ ഹൃദയത്തിൽ സ്ഥാനമില്ലാതാകും. കർത്താവിൽ നകലാൻ തുടങ്ങും, ആത്മീയ കാര്യങ്ങളിൽ മാറി നിൽക്കാൻ തുടങ്ങും. പിന്നെ നിൻ്റെ ബുദ്ധിയും നിൻ്റെ കൂട്ടുകാരും നിൻ്റെ കൂട്ടുകെട്ടുകളൊക്കെ ആയിരിക്കും നിന്നെ നയിക്കുക. അഹങ്കാരം വരുമ്പോൾ കർത്താവിൽ നകലാൻ തുടങ്ങും, ഹൃദയം കർത്താവിനെ പരിധി. 3-ാമത്തേതോ അടുത്ത 13-ാം വാക്യം. അഹങ്കാരത്തോടൊപ്പം പിന്നെ ഏത് പാപം ചെയ്താലും ന്യായീകരിക്കാൻ തുടങ്ങും. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് ഇതിലായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇതൊക്കെ സ്വാഭാവികമല്ലേ? അല്പം മദ്യമില്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത്? അല്പം കൂട്ടുകെട്ടിലാണ് ഇങ്ങനെ പുറമേയൊക്കെ നമുക്ക് ഒരു വേണ്ടേ? അതുകൊണ്ട് ഇച്ചിരിയൊക്കെ ആകാം, സാരമില്ല. എല്ലാത്തിലും മായം ചേർത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് പാപത്തെയും ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. അതുകൊണ്ട് മനസ്സിലാക്കുക, അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഉണ്ടാകാവുന്ന 3 പ്രധാനപ്പെട്ട തിന്മകൾ. 1, അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. പറ, ഇങ്ങനെ പറഞ്ഞാൽ പോരാ, വലതു കരുതി പറ. അഹങ്കാരം കർത്താവിനെയും മനുഷ്യനെയും വെറുപ്പിക്കുന്നു. 2, അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. പറ, അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്നും അകലുന്നു. 3, അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. കാര്യങ്ങൾ താഴ്ത്തി മക്കളെ. അതുകൊണ്ട് നമുക്ക്
ഈ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ അഹങ്കാരം എന്ന പാപത്തിൽ നിന്ന് അകലാൻ വേണ്ടി നാം പരിശ്രമിക്കണം. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്തിനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. എല്ലാത്തിനും ദൈവത്തിന് നന്ദിയും മഹത്വം കൊടുക്കുക. നിങ്ങൾ ഇപ്പം നോക്കിയേ, നിങ്ങളിവിടെ തിരിച്ചു പോകുന്നു, വണ്ടി ഓടിച്ചു, നിങ്ങൾ നല്ല ഡ്രൈവറാണ്, എക്സ്പേർട്ട് ഡ്രൈവറാണ്, വീട്ടിൽ വണ്ടി ഓടിച്ചെത്തി. അവിടെ എത്തിക്കും, 1 മിനിറ്റ് ഈശോയെ സുരക്ഷിതമായി എന്നെ വണ്ടി ഓടിച്ച് ഇവിടെ എത്തിച്ചതിന് നന്ദി പറയുന്നു, മതി. നിങ്ങൾ എക്സ്പേർട്ട് ഡ്രൈവറാണെന്നേ കുഴപ്പമില്ല. പക്ഷേ ഈ ക്രെഡിറ്റ് അവിടെ എത്തിയതിൻ്റെ നന്മ ദൈവം അനുഭവിച്ചിട്ടാണ് എത്തിയത്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ നന്നായിട്ടൊരു ഭക്ഷണം പാകം ചെയ്തു, നന്നായി, എല്ലാവരും പറയും ഗസ്റ്റിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു, അടിപൊളിയാണ് കേട്ടോ, ചിക്കനൊക്കെ സൂപ്പറായിരുന്നു. കർത്താവെ നന്ദി പറയുന്നു, നിൻ്റെ കരുണ കൊണ്ട്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും ആ നിമിഷം ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുമ്പം ഈ അഹങ്കാരം പതുക്കെ താഴാൻ തുടങ്ങും. പറഞ്ഞ ഹല്ലേലൂയ. അപ്പം നമ്മൾ ഇതിനെ തകർക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഈ അഹങ്കാരത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുക. ദൈവത്തിന് മഹത്വം കൊടുത്തില്ല എന്ത് സംഭവിക്കും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ യെശയ്യാ 13:15 പറയുകയാണ്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ കാതോർത്ത് കേൾക്കുവിൻ, അഹങ്കരിക്കരുത്, കർത്താവാണിത് അരുളി ചെയ്യുന്നത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുമ്പ് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചം തേടുമ്പോൾ കൂരിരുട്ടും മരണത്തിൻ്റെ ഇടയിലുമായിരിക്കും ഉണ്ടാവുക. ഹല്ലേലൂയ. വായിക്കാമോ? 13:15 കിട്ടിയവർക്ക്, ജെറമ്യാ 13:15 കിട്ടിയവരൊക്കെ വായിച്ചോ? ജെറമ്യാ 13:15. കർത്താവ് നിങ്ങൾ കാതോർത്ത് കൊള്ളുവിൻ, അഹങ്കരിക്കരുത്, കർത്താവാണിത് അരുളി ചെയ്യുന്നത്. കർത്താവ് അന്ധകാരം വരുത്തുന്നതിന് മുമ്പ്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറുന്നതിന് മുമ്പ് നിന്റെ ദൈവമായ കർത്താവിന് മഹത്വം കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നീ വെളിച്ചം തേടുമ്പോൾ കൂരിരുട്ടും മരണത്തിനെതിരുമാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഒരാവശ്യത്തിന് വേണ്ടി തമ്പുരാനെ മുട്ടി വിളിക്കുമ്പോൾ തമ്പുരാൻ വാതിൽ തുറക്കണമെന്നില്ല. നീ ദൈവത്തിന് മഹത്വം കൊടുത്ത് വളരാത്തിടത്തോളം കാലം നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ ദൈവകൃപയുണ്ടാവില്ല, ആത്മീയമായ വളർച്ചയുണ്ടാവില്ല, നിന്റെ ഭൗതികമായ മേഖലകളിലും നിനക്ക് തടസ്സങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. 2 കൈ സുഖത്തെ ഉയർത്തി പിടിച്ചേ. ഈ അഹങ്കാരത്തിനെ കെട്ടടങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കും. 2 കൈ ഉയർത്തുന്നത് തന്നെ വെളിപ്പെടുത്തുന്നതിന് സൂചനയാണ്. ഐ സറണ്ടർ മൈസെൽഫ് ടു ഗോഡ്. കൈ നന്നായിട്ട് ഉയർത്തി പിടിക്കുക. ദൈവമേ, ഇന്ന് എനിക്ക് നൽകിയിരിക്കുന്ന ആയുസ്, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ വരുമാനങ്ങളെല്ലാം അങ്ങയുടെ ദാനമാണെന്ന് ഏറ്റുപറയാണ് ഈശോയെ. ദൈവമേ, ഈ അഹങ്കാരത്തിൽ ഞങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ട്. ചിലപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം, ഞങ്ങളുടെ കഴിവുകളെക്കുറിച്ചായിരിക്കാം, ഞങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചായിരിക്കാം, ഞങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചായിരിക്കാം, മക്കളെക്കുറിച്ചായിരിക്കാം. അറിഞ്ഞോ അറിയാതെ ഈ അഹങ്കാരം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഗർവ് നിറഞ്ഞ കണ്ണ് അങ്ങ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലല്ലോ. ദൈവം, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ ഒരു പ്രത്യേക നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയാൻ, എല്ലാത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. കർത്താവെ, ഞാനല്ല, എന്നിലൂടെ ക്രിസ്തുവാണ് ജീവിക്കുന്നത് പറയാൻ തക്ക വിധം പൗലോസിനെ പോലെ കൃപ നൽകണമേ. കരങ്ങളെ സ്തുതിച്ച മക്കളെ ഉറക്കെ പറ ഹല്ലേലൂയ. വലതുകരമേൽത്തിന് 3 ഉറക്കെ ഹല്ലേലൂയ പറ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യത്തെ നമ്മൾ കണ്ടു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഗർവം നിറഞ്ഞ കണ്ണ്. രണ്ടാമത്തെ എന്താണ്? രണ്ടാമതായിട്ട് ബൈബിൾ പഠിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ട സഹോദര, വ്യാജം പറയുന്ന അധരം, നാവ്. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നാവിലൂടെ വരുന്ന അസത്യം, തിന്മ. വചനം പറയുകയാണ്, 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനം. 1 പത്രോസ് 3:10 വചനം പറയുകയാണ് ഇങ്ങനെ, നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല നാളുകൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, കിട്ടിയ ആർക്കെങ്കിലും 1 പത്രോസ് 3:10 വായിക്കാമോ? നീ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? തിന്മയിൽ നിന്ന് നിങ്ങളുടെ നാവിനെയും വ്യാജം പറയുന്നത് നിങ്ങളുടെ അധരത്തെയും. അതാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് നല്ല ഭാവി ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിന് സന്തോഷകരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വചനം പറയുന്നത്, നീ തിന്മ പറയുന്നതിൽ നിന്നും വ്യാജം പറയുന്നതിൽ നിന്നും നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം എന്നാണ് പറയാം. നമുക്കറിയാം, ഈശോ തന്നെ പറഞ്ഞു, അധരത്തിൻ്റെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം സംസാരിക്കുക.
നമ്മുടെ ഹൃദയത്തിലുള്ളതാണ് നമ്മുടെ നാവിലൂടെ പുറത്തു വരിക. അപ്പോൾ ഈ നാവിനെ നിയന്ത്രിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഗർവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഈ നാവിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ശക്തമായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഓരോ ദിവസവും ഓരോ കുമ്പസാരത്തിൽ നമ്മൾ ഏറ്റുപറയുന്ന ഏതെങ്കിലും ഒരു പാപം എനിക്ക് ഉറപ്പുണ്ട് നാവ് കൊണ്ട് ചെയ്ത പാപമായിരിക്കും. അല്ലെങ്കിൽ ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ തെറി വിളിച്ചു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും ഒരു പാപം നമ്മുടെ നാവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി, ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. അസത്യവും നാവിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ അസത്യം പറഞ്ഞ് കൂട്ടുന്ന കള്ളസാക്ഷിയും വ്യാജം പറയുന്ന നാവും, അത് രണ്ടും ഒരുമിച്ചാണ് പോകുന്നത്. നാവിനെ നിയന്ത്രിക്കണം എന്നാണ്. ഇത് നമ്മുടെ എത്രമാത്രം നാവ് കൊണ്ടാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈ കോപിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ പാപം തന്നെയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വ്യാജം പറയുന്ന നാവ്, ആ നാവ് വഴി നമ്മൾ എത്രയോ പാപങ്ങളിലേക്കാണ് വഴുതി വീഴുന്നത്. ബൈബിളിലൂടെ നോക്കുമ്പോൾ വളരെ മനോഹരമായൊരു വചനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് ജെറമിയ 15:19 അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. വില കെട്ടോ പറയാതെ, എല്ലാവർക്കും അറിയാം. എല്ലാവരും ഓർക്കും ഇങ്ങോട്ട് പറഞ്ഞോ. അധികം പേർക്ക് അറിയത്തില്ലേ? ഓർക്കാം, ഞാൻ പറഞ്ഞുതരാം. വില കെട്ടോ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയായി മാറും. പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, വില കെട്ടോ പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ നാവിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. എന്തുകൊണ്ടാണ് ഈ നാവിന് ഇത്രമാത്രം വില കൊടുക്കുന്നത്? പ്രിയപ്പെട്ട മക്കളെ, ഈ നാവ് വിശുദ്ധീകരിക്കപ്പെടുന്ന നാവാണ്. വിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ ശരീരവും രക്തവും സ്പർശിക്കപ്പെടുന്ന നാവാണ് നമ്മുടെ നാവ്. അതുകൊണ്ട് തന്നെയാണ് ഈ നാവിൻ്റെ ദുരുപയോഗം ഗൗരവമായ പാപമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നോക്കി, നമ്മൾ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് പൊട്ടിത്തെറിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിസ്സാര കാര്യത്തിന് വഴക്ക്, മാതാപിതാക്കളും മക്കളും തമ്മിൽ ദേഷ്യം, വരുമ്പോൾ പറയുന്നത് എന്താണോ വാക്കുകളെന്ന് അറിയാൻ പാടില്ല. അതുപോലെ തന്നെ നാവിലൂടെ പ്രിയപ്പെട്ട ചീത്ത വിളിക്കുന്നു, തെറി വിളിക്കുന്നു, ഇല്ലാക്കഥകൾ പറഞ്ഞുണ്ടാക്കുന്നു. വളരെ വലിയ തകർച്ചയാണ്. നാളൊരിക്കൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു കുടുംബം എടുത്ത് പൊട്ടിക്കരയച്ച, ഞങ്ങളുടെ മൂത്ത മോള് 2 പെൺകൊച്ചുങ്ങളാണ് ഉള്ളത്, 34 വയസ്സായ കല്യാണം നടക്കുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? തൊട്ടടുത്തുള്ള നല്ല ക്രിസ്തീയ സഹോദരങ്ങൾ കുറച്ച് പേര് ഈ കൊച്ചിനെക്കുറിച്ചും അവരുടെ കുടുംബത്തിൽ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയിരിക്കുകയാണ്. ഇല്ലാ കഥകൾ. ഈ കൊച്ച് നഴ്സിംഗ് പഠിക്കുന്ന കാലത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു അപ്പൻഡിക്സ് ഓപ്പറേഷനായിട്ട് രോഗമായിട്ട് വീട്ടിൽ വന്നു. അതിനുശേഷം 6 മാസത്തോളം അത് കഴിഞ്ഞിട്ട് അവളുടെ മമ്മി വിദേശത്തായിരുന്നു. ഇവിടെ ചേച്ചി രാജസ്ഥാനിലെങ്ങാണ്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നു. ഓപ്പറേഷന് ശേഷം ഇവിടെ രാജസ്ഥാനിലേക്ക് ചേച്ചി നോക്കാൻ വേണ്ടി കൊണ്ടുപോയി. 2-3 മാസം റെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ വെച്ച് ആ ചേച്ചി അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടെ തന്നെയാണ് ഓപ്പറേഷൻ നടത്തിയത്. ഇതാണ് സംഭവിച്ചത്. പക്ഷേ ഇവളെക്കുറിച്ച് പറഞ്ഞു വരുത്തിയെന്നറിയാമോ? ഇവർക്ക് അവിടെ ഏതാണ്ട് ഒരു അവിഹിത ബന്ധം ഉണ്ടായി, പെൺകുച്ച് ഗർഭിണിയായി. അങ്ങനെ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത് എന്നും പറഞ്ഞ് ഇല്ലാക്കഥകൾ പറഞ്ഞ് 34 വയസ്സ് കഴിഞ്ഞു. ആ കുടുംബം കണ്ണീരും കഴിയാം. എനിക്ക് എന്ത് നന്മയാണ് നമുക്ക് കിട്ടാൻ പോണേ? നമ്മളില്ലാത്തവരെ മറ്റുള്ളവരെ കുറിച്ച് കുറേ കുറ്റം പറഞ്ഞ് എന്ത് നന്മ നമുക്ക് കിട്ടും? ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കി രസിക്കുക എന്നുള്ളത് പിശാച് ചിലർക്ക് കൊടുക്കുന്ന ഒരു ചുമ്മാ കുറേ ഏഷണി ഉണ്ടാക്കി കൊടുക്കുക. വെറുതെ രണ്ടെണ്ണം പറഞ്ഞേക്കാണ്. അറിയില്ല, കേട്ടില്ല, എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ഒത്തിരി പറഞ്ഞാൽ മതി. അതിനെ പർവ്വതീകരിച്ച് ഒരു 10 പേരോട് വിളമ്പാനാണ് നമുക്കൊരു സന്തോഷം. ഫോൺ എടുത്ത് വിളിച്ച് നമ്മൾ പറഞ്ഞു നോക്കുകയാണ്. മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. അത് പ്രത്യേകിച്ചും ഇത്തിരി പബ്ലിക്കായിട്ടുള്ള ആളുകളാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങളുടെ സ്വഭാവം അതാണല്ലോ. നമുക്കറിയാം, ഈ മാധ്യമങ്ങൾ വരുന്നതൊക്കെ നമ്മൾ അതേപടി നമ്മൾ ആവാഹിച്ചെടുക്കും. എല്ലാ സത്യമാണ് നമ്മൾ വിചാരിക്കണേ. പിന്നെ മക്കളെ, ഈ മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന പകുതി കാര്യങ്ങൾ സത്യമൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ചിത്രസഹിതം കാണിച്ചാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, അസാമിൽ നടക്കുന്ന ദുരന്തമാണെന്ന് പറഞ്ഞ് ചൈനയിൽ നടക്കുന്ന പ്രളയത്തെക്കുറിച്ച് വീഡിയോ കഴിഞ്ഞ ദിവസം വരുന്നത് കണ്ടു. അസാമിൽ പ്രളയം നടക്കുന്നില്ലെന്നല്ല പറയണത്, പക്ഷേ ഇട്ടിരിക്കുന്ന വീഡിയോ അത് ചൈനയിൽ പണ്ടുണ്ടായ വലിയൊരു പ്രളയത്തിൻ്റെയാണ്. ഇപ്പം എന്ന് പറയുന്നത് പോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ കാര്യങ്ങളെടുത്ത് അല്ലെങ്കിൽ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് അറിയാത്ത കാര്യം ദൈവത്തെ ഓർത്ത് നമ്മൾ ഊഹാപോഹം വെച്ച് പറയരുത്. ആരെങ്കിലും പറഞ്ഞത് കേട്ടത് വെച്ച് നമ്മൾ വിധിക്കാൻ നിൽക്കരുത്. ഇത് വലിയൊരു തകർച്ചയാണ്. നിങ്ങൾ ഏത് സമൂഹം നിങ്ങൾ ജീവിച്ചാലും, എവിടെയെല്ലാം കൂട്ടായ്മകളുണ്ടോ, കുടുംബമാകട്ടെ സമൂഹമാകട്ടെ, ഈ ഒരു പ്രശ്നമാണ് എല്ലാത്തിനും കാരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യത്തേത് ഞാനെന്ന ഭാവം.
രണ്ട്, ഈ നാവ് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്തത്, വേണ്ടാത്ത ഉള്ളതും ഇല്ലതും എന്ത് പറയണം എങ്ങനെ പറയണം നമുക്കറിയില്ല. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തെ തകർക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു മേഖലയിൽ നാവിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി നാം ആഗ്രഹിക്കണം. ഈ നാവിലൂടെ വരുന്ന കള്ളം, ഈ കള്ളം മൂലം എത്രയോ വ്യക്തികളുടെ ജീവിതങ്ങളാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. നിങ്ങളുടെ തന്നെ ജീവിതത്തെ നിങ്ങൾ എത്രമാത്രം നശിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ബൈബിളിലോട്ട് കടന്നു വരുമ്പം ആദ്യ മാതാപിതാക്കളെ പറ്റിച്ച ഹൗവ, പിശാചിൻ്റെ സ്വഭാവം അതാണ്, കള്ളം പറയുകയാണ്. യേശുക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു യോഹന്നാൻ 8:44 എന്ത്? പിശാച് ആദ്യം മുതൽ തന്നെ നുണയനാണ്, അവൻ നുണയരുടെ പിതാവാണ്, അവൻ സത്യം നിലനിൽക്കുന്നില്ല. അപ്പോൾ ഒരു വ്യക്തി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നുണ പറയുമ്പം അവൻ ആ ഒരു പിതാവിൻ്റെ മകനായിട്ട് മാറുകയാണ്. 8:44 എന്ന് വായിക്കാമോ? യോഹന്നാൻ 8:44. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. വീണ്ടും, നിങ്ങളുടെ പിശാചിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. വീണ്ടും, അവനാകട്ടെ ആദ്യം മുതൽ തന്നെ കൊലപാതകയാണ്, അവനൊരിക്കലും സത്യം നിലനിൽക്കുന്നില്ല, എന്നാൽ അവന് സത്യമില്ല. വീണ്ടും, കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് സംസാരിക്കുന്നത്. വീണ്ടും, കാരണം അവൻ നുണയനും. എനിക്ക് എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. പിശാചാണ് നിന്നെ കൊണ്ട് നുണ പറയിപ്പിക്കുന്നത്. പിശാചാണ് നിന്നെക്കുറിച്ച് ഒരാളെക്കുറിച്ച് ഇല്ലാക്കഥ പറയിപ്പിക്കുന്നത്. പിശാചാണ് നിന്നെക്കുറിച്ച് പ്രിയപ്പെട്ട ഗോസിപ്പ് ഉണ്ടാക്കാൻ അനുവദിക്കുന്നത്. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഈ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പം ഞാൻ മൂലം, എൻ്റെ വാക്ക് മൂലം എത്ര പേര് വേദനിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഉറപ്പുമില്ലാത്തൊരു കാര്യം ചുമ്മാ അങ്ങോട്ട് അടിച്ചു വിട്ടതാണ്, ഒന്ന് ആളാകാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ അതുമൂലം എത്ര പേരുടെ കണ്ണീര് വീഴ്ചയുണ്ടാവും. മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇന്ന് ഈ ആലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പം അങ്ങനെ ആരുടെയെങ്കിലും മുഖം മനസ്സിൽ കയറി വരികയാണെങ്കിൽ ഒന്ന് പോയി ഒന്ന് മാപ്പ് ചോദിക്കാവോ? വേണമെങ്കിൽ അകലെയാണെന്ന് ഫോൺ വിളിച്ച്, എടോ സുഹൃത്തെ, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി. ജീവിത പങ്കാളിയാണെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ അറിയാണ്ടൊന്ന് പറഞ്ഞു പോയി, ഞാനൊന്നും അറിഞ്ഞിട്ടല്ല, ചുമ്മാ ഒരു ഊഹം വെച്ച് പറഞ്ഞതാണ്, അത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. മക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, ഈ നുണ പറയുന്ന അല്ലെങ്കിൽ നാവിൻ്റെ ദുരുപയോഗം നടന്ന, വ്യാജം പറയുന്ന, കള്ളസാക്ഷി പറയുന്ന വ്യക്തികൾ ഒരിക്കലും അനുഗ്രഹം പ്രാപിച്ചിട്ടില്ല. ഒരിക്കലും അനുഗ്രഹം പ്രാപിച്ചിട്ടില്ല. ബൈബിളിൽ നുണ പറയുന്നവരുടെ തകർച്ച ഇഷ്ടം പോലെയുണ്ട്. ഞാൻ പറഞ്ഞു, സർപ്പം ഹവ്വായെ വഞ്ചിച്ചത് നുണ പറഞ്ഞാണ്. വീണ്ടും നമ്മൾ കടന്നു വരുന്നു. യാക്കോബ് തൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് നുണ പറഞ്ഞു തുടങ്ങി, ഏസാവിനായി അഭിനയിച്ചു. പ്രിയപ്പെട്ട അതിൻ്റെ ഉൽപ്പത്തി 27 എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്. വീണ്ടും നമ്മൾ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ നാമാൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അടുത്ത് പോയി ഗഹസി എന്ന് പറയുന്ന ആൾ നുണ പറഞ്ഞ് അവൻ കുറേ സമ്മാനം മേടിച്ചു. തൊട്ടടുത്ത് അവനോട് സമ്മാനമായിട്ട് കുഷ്ഠവും കിട്ടിയതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോലപ്രവൃത്തിയിലേക്ക് ഇവിടെ വരുമ്പോൾ 5-ാം അധ്യായത്തിൽ അനനിയാസ് എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ തൻ്റെ പണം വിട്ട് കിട്ടിയ സ്വത്ത് അതിൻ്റെ ഒരു ഭാഗം മറച്ചു വെച്ചിട്ട് പത്രോസിനോട് നുണ പറയുമ്പം അതിന് 5:4 ചോദിക്കുകയാണ്, നീ എന്നെ മനുഷ്യനോടല്ല ദൈവത്തോടാണ് വ്യാജം പറയുന്നത്. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ, ചിലപ്പോൾ നിസ്സാരമായ കാരണങ്ങൾ പ്രിയപ്പെട്ട സഹോദരൻ നേടാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ പ്രിയപ്പെട്ട മക്കളെ, അത് നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ചെറിയ കാരണം, ചില നുണ പറഞ്ഞ് എനിക്കൊരു ലാഭം വേണ്ട എന്നൊരു ചിന്ത എടുത്താൽ, നീ ബിസിനസ്സുകാരനായിരിക്കാം, ജോലി ചെയ്യുന്ന ആളായിരിക്കാം, വല്ലതും വിൽക്കാൻ നിൽക്കുന്ന ആൾ, വാങ്ങാൻ നുണ പറഞ്ഞിട്ട് എനിക്ക് ആ പണം വേണ്ട തീരുമാനം എടുക്കാൻ തുടങ്ങിയാൽ അത് അനുഗ്രഹമായിട്ട് മാറും. അല്ലാണ്ട് കിട്ടുന്ന പണമൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ലെന്നാണ് ബൈബിൾ പഠിപ്പിക്കുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കടന്നു വരുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുക. യെശയ്യാ 5:18. യെശയ്യാ 5:18 നുണയുടെ കയറുകൊണ്ട് അതിർത്തി എന്തിനെ വലിച്ചിരിക്കുന്നവരാണ്? ആ നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചഴിക്കുന്നവർക്ക് ദുരിതം. വീണ്ടും, പാപത്തെ കയറ് കെട്ടി വലിക്കുന്നവർക്ക് ദുരിതം. പറഞ്ഞു ഹല്ലേലൂയ. ഇനി പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രഭാഷകന്റെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 24, 25, 26 വാക്യങ്ങൾ, 3 വാക്യങ്ങൾ. നുണ വികൃതമായ ഒരു കറയാണ്. അജ്ഞന്റെ അധരത്തിൽ അതെപ്പോഴും കാണും. വീണ്ടും, കള്ളൻ നുണയനേക്കാൾ ഭേദമാണ്. രണ്ടുപേരുടെയും വിധി നാശം തന്നെ. നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു, അപമാനം അവരെ അനുധാവനം ചെയ്യും.
വളരെ മനോഹരമായ വചനം, ഓർത്തിരുന്ന് പഠിച്ചോ. പ്രഭാഷകന്റെ പുസ്തകം 20-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. നുണ വികൃതമായ കറയാണ്, അജ്ഞന്റെ അധരത്തിൽ അത് എപ്പോഴും കാണും. കള്ളൻ നുണയിനേക്കാൾ ഭേദമാണ്, രണ്ടുപേരുടെയും വിധി നാശം തന്നെയാണ്. നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു, അപമാനം അവരെ അനുധാവനം ചെയ്യും എന്നാണ് ബൈബിൾ പഠിപ്പിക്കുക. അതായത് നിങ്ങൾ നുണ പറഞ്ഞ് എന്തെങ്കിലും നേടാമെന്ന് കരുതിയാൽ അതൊരിക്കലും നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ തകരും. യാക്കോബ് നുണ പറഞ്ഞ് മേടിച്ച സംഭവങ്ങളെല്ലാം അവന് നഷ്ടമായി. മാത്രമല്ല അതേ നുണയാൽ അവൻ പറ്റിക്കപ്പെട്ടു അവൻ്റെ അമ്മാവൻ ലാബാൻ്റെ അടുത്ത്. പൊന്നു മക്കളെ, അതുകൊണ്ട് നമ്മൾ രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ടത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രണ്ടാമത്തെ, ദൈവം വെറുക്കുന്നൊരു നാവിൻ്റെ ദുരുപയോഗം. നിങ്ങൾ വായിക്കേണ്ട ഒരു വചനഭാഗമാണ് യാക്കോബ് ലേഖനം 3-ാം അധ്യായം. യാക്കോബ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി ഒരു ഹോംവർക്കായിട്ട് വായിച്ചാൽ മതി. പറഞ്ഞാലില്ല, ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് തരികയാണ്. നാവിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് യാക്കോബ് പറയുകയാണ്. നാവ് ചെറിയൊരു അവയവമാണ്. ഒരു ചെറിയ തീപ്പൊരി വലിയൊരു വനത്തെ കത്തി നശിപ്പിക്കുന്നത് പോലെ ഒരു ചെറിയ അവയവമായ നാവ്, ഒരു വമ്പ് പറയുന്ന നാവ് ഒരു തിന്മയുടെ ലോകം തന്നെ സൃഷ്ടിക്കുകയാണ്. വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്, വലിയൊരു കപ്പൽ അത് ചെറിയ ഒരു നങ്കൂരം കൊണ്ട് പിടിച്ചു നിർത്തുന്ന പോലെ, വലിയ ആരോഗ്യമുള്ള ഒരു കുതിരയെ ഒരു കടിഞ്ഞാണ് കൊണ്ട് പിടിച്ചു നിർത്തുന്ന പോലെ നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റും നിന്റെ നാവിനെ നിനക്ക് നിയന്ത്രിക്കാനായാൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ കള്ളസാക്ഷി പറയുക. നമുക്ക് കുറച്ച് ലാഭം ഉണ്ടാകാൻ വേണ്ടി, മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നുണ പറയുക, ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുക, കണ്ടു എന്ന് പറയുക, ഇങ്ങനെ കള്ളസാക്ഷ്യങ്ങൾ പറയുക, അതുപോലെ നുണ പറയുക. ഞാൻ ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ഇവിടെ പാട്ട് പാടുന്ന കുട്ടിച്ചനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കഴിഞ്ഞ ധ്യാനത്തിന് ഞാൻ പറയുന്നു, കുട്ടിച്ചൻ്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ അങ്ങോട്ട് പറയാം. പ്രിയപ്പെട്ട മക്കളെ, കുട്ടിച്ചൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം പറഞ്ഞോട്ടെ. പറഞ്ഞാലില്ല, കുട്ടിച്ചൻ്റെ ജീവിതത്തിലെ അനുഭവം പങ്കുവയ്ക്കാനാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടിച്ചന് ഇപ്പോൾ 24/7 ശുശ്രൂഷയിലാണ്. പക്ഷേ അദ്ദേഹം ദൈവമാണ് ആ മകനെ വളർത്തി വലുതാക്കിയത്. ഓർഗം വായിക്കാനോ പാട്ട് പാടാനോ ഒന്നും അറിയാത്ത ആളാണ്. പക്ഷെ ദൈവം അദ്ദേഹത്തെ ഉയർത്തി. അദ്ദേഹം വെറും ഒരു മണൽ വാരുന്ന ഒരു തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലായ അനുഭവനോട് അദ്ദേഹം പറഞ്ഞതിനെ ഭയങ്കര സ്വാധീനിച്ച്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ശോഭ എന്നാണ്. അപ്പോൾ ഇവർ യേശുവിനെ കർത്താവ് നാഥനുമായി അറിഞ്ഞു. അതിനുശേഷം ഇവർക്ക് ഒരു ജോലിയുടെ സാധ്യത, ഗവൺമെൻറ് ജോലി ഇതാണ്. ഇൻ്റർവ്യൂവിന് അവരെ റെക്കമെൻഡ് ചെയ്ത ആൾ പറഞ്ഞു, ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് ഇത്രേ ചോദിക്കുള്ളൂ, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനി അല്ല എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ജോലി ഉറപ്പാണ്. ഒരു ചെറിയ നുണ, ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനി അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്, ഗവൺമെൻറ് ജോലിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു ഗവൺമെൻറ് ജോലി, അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഞാനൊരു നുണ പറയേണ്ടി വരും. അവർ തീരുമാനമെടുത്തു, ദൈവത്തെ തള്ളി പറഞ്ഞ് നുണ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ജോലി വേണ്ട. ഇവർ ഇൻ്റർവ്യൂവിന് ചെന്നു, വേറൊന്നും ചോദിച്ചില്ല, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? അവർ പറഞ്ഞു അതെ, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, നിങ്ങൾക്ക് ജോലിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടിച്ചങ്ങായി ജ്യൂസിനോട് പറയായിരുന്നു, അച്ഛാ അന്നൊരു നുണ പറയാൻ പ്രേരിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് 40,000 രൂപ ശമ്പളം കിട്ടിയേനെ. പക്ഷേ അതൊന്നും അല്ല അച്ഛാ, ഞങ്ങളുടെ കുടുംബം ദൈവഭക്തി വളർന്നു, ഒരു മോനെ ദൈവം അച്ഛനാക്കി ഉയർത്തി. കൈയടിച്ച് ദൈവത്തെ ഉയർത്തിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ആ കുട്ടിച്ചിൻ്റെ ഒരു മോനെ പാലക്കാട് രൂപതരെ സോളമൻ ഒരച്ഛനാക്കി ഉയർത്തി. ഇന്നലെ അദ്ദേഹം ധ്യാനകേന്ദ്രത്തിൽ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. ഒരു നുണ പറയാൻ ഈ മക്കൾ കാണിക്കാതെ അല്ലെങ്കിൽ മടി കാണിച്ചപ്പോൾ, ഒരു നുണ പറയാതിരുന്നപ്പോൾ ദൈവം അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ്. ഒരു മകനെ ഈശോ ദൈവവേലയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി അതൊന്നും കുഴപ്പമില്ലെന്നേ. നമ്മളിപ്പോൾ ശുശ്രൂഷകരാണേലും അച്ഛന്മാരാണേലും സിസ്റ്റേഴ്സ് ആണേലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇങ്ങനത്തെ കാലം എങ്ങനെയല്ലേ, ഒന്നും പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഉദാഹരണത്തിന് പെട്രോൾ അടിച്ചു പോയപ്പം അല്ലെങ്കിൽ ഒരു സാധനം മേടിച്ചു പോയി, കണക്ക് കൂട്ടി ഒരു 10 രൂപ നമുക്ക് ലാഭം കിട്ടി. നമ്മുടെ 90% ക്രിസ്ത്യാനികൾ ചിന്തിക്കുക എന്താണെന്ന് അറിയാമോ? 10 രൂപ, അതപ്പോൾ അവരുടെ കുഴപ്പമില്ല, അവരല്ലേ കണക്ക് കൂട്ടേണ്ടിയിരുന്നത്, തെറ്റായതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പലരും അത് തിരിച്ചു കൊടുക്കാൻ പോകില്ല. പക്ഷെ നമുക്ക് അർഹതപ്പെടാത്ത ഒരു 10 രൂപ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്ക് ലാഭം. നിങ്ങൾ ഓർക്കണ്ട, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ 10-ന് 100 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അല്ലെങ്കിൽ വണ്ടിയെ ഭയങ്കര തിരക്കാം. കണ്ടക്ടർ അവിടെയൊക്കെയാണ് നിൽക്കുന്നത്. ടിക്കറ്റ് അയാൾ ചോദിക്കുന്നൊന്നുമില്ല, വേണം നിങ്ങൾ ഇറങ്ങി സ്റ്റോപ്പായി. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇറങ്ങിപ്പോവാം. ചിലപ്പോൾ പിടിക്കുന്നില്ല.
അപ്പോൾ നമ്മൾ പറയും ഇതിപ്പോൾ എന്നാ ഇതിരിക്കും, അല്ലെങ്കിൽ പോണ വഴിക്ക് ഒരു തേങ്ങ കിടക്കുന്നു. അപ്പോൾ അതിപ്പോൾ തേങ്ങ വഴി കിടക്കുന്ന ആർക്ക് വേണ്ടി ഞാനല്ലേ വേറൊരാൾ എടുത്തുകൊണ്ട് പോകാം. പക്ഷേ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് അർഹതപ്പെട്ടതല്ലാത്തത്, നമുക്ക് ദൈവം അനുവദിക്കാത്തത് നമ്മൾ എടുത്തു കഴിയുമ്പം അതിൻ്റെ ഒരു പാപഭാരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമ്മളിതിനെയൊക്കെ വളരെ ഈസി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ കൊച്ചു പ്രായം തന്നെ മാതാപിതാക്കൾ മക്കളെ നുണ പറയാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ, നുണ പറയാൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിസ്സാര കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരെങ്കിലും അന്വേഷിച്ച് വരുന്നുണ്ട്, അപ്പോൾ ഭാര്യ വന്നേ മറ്റേ ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് മോനോട് പറയും, മോനെ പറഞ്ഞാൽ പപ്പ ഇല്ലെന്ന്. പപ്പ അകത്തുണ്ട്. ഇതാണ് മോനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഏത് പപ്പ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറയും. കാരണം നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറയണം. പക്ഷേ ഈ നുണ കൊച്ചിൻ്റെ കഴുത്ത് മനസ്സിൽ കയറി കിടക്കുക. അപ്പ പറഞ്ഞ ഈ നുണ അവൻ പോയി പറയും പപ്പ ഇല്ല. ഓക്കെ, അയാൾ തിരിച്ചു പോയി. അപ്പോൾ എന്തായി? ഇവൻ്റെ മനസ്സിൽ കയറുന്ന ചിന്ത, ഒരു നുണ പറഞ്ഞ കാര്യം എളുപ്പമായി. ഇതുപോലെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന പല കാര്യങ്ങളും കൊച്ചു പ്രായം തൊട്ട് തന്നെ നമ്മൾ പ്രിയപ്പെട്ട മക്കളെ നല്ലത് പറയുക. നമ്മളൊരു കൊച്ചിനെ കൊണ്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാ. ഈ കൊച്ച് പറഞ്ഞ തെറി കേട്ട് കഴിഞ്ഞാൽ ഇത് എവിടുന്ന് പഠിച്ചെന്നറിയാം. പ്രാർത്ഥന ഞാൻ ചോദിച്ചു, ഇത് എവിടുന്നാണ് ഇത് പഠിച്ചത്? രണ്ടുപേരും മിണ്ടാണ്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു കൊച്ചു സ്കൂളിൽ നിന്ന് പഠിച്ചാണ്. അല്ലച്ചാ, പിന്നെ അത് ഈ ഭാര്യ പറഞ്ഞാ ഞങ്ങൾ തന്നെ പറയുന്നതാണ്. ദേഷ്യം വരുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും പറയും തെറിയാണ് ഈ കൊച്ചു പഠിച്ചിരിക്കുന്നത്. ആരോട് പറയും? നമ്മൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഈ മക്കൾ കൊച്ചു കൊച്ചു പ്രായം മുതൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഞാനിത് പറയുമ്പം നിങ്ങൾ ഓർക്കും, പിന്നെ എന്നാ അച്ഛൻ നുണ പറയാറില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ നുണ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയണില്ല. പക്ഷെ നമ്മളൊരു ഈസി ആയിട്ട് ലേസി ആയിട്ട് വിട്ടുകൊടുക്കരുത്. ഇത് നമ്മൾ മാറ്റാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതുവഴി മറ്റുള്ളവരുടെ കണ്ണീര് വീഴിക്കുന്ന വേദനകൾ, മുറിപ്പെടുത്തുന്ന വാക്കുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരെ നൊമ്പരപ്പെടുന്ന വാക്കുകൾ, അവരുടെ മനസ്സ് തകർക്കുന്ന വാക്ക്, നെഗറ്റീവ് ചിന്തകൾ പറയരുത് ഒരിക്കലും. മക്കളോട് നീ ഒരിക്കലും ഗുണം പിടിക്കുകയല്ലടാ, നീ ഒരിക്കലും നന്നാകാൻ പോകുന്നില്ലടാ, ഇങ്ങനെയുള്ള വാക്കുകൾ, ശാപവാക്കുകൾ പ്രത്യേകിച്ച് ഒരിക്കലും പറയരുത്. പറഞ്ഞ ഹല്ലേലൂയ. ശാപം വലിക്കോ ഇല്ലയോ? അറിയത്തില്ലേ? ശാപം വലിക്കോ ഇല്ലയോ? നിങ്ങളെന്താ പറയണേ? പറ, ശാപം വലിക്കോ ഇല്ലയോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, ഗലാത്യർ 3:13 യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനാകയാൽ എല്ലാ ശാപത്തിൽ നിന്നോട് നമ്മളെ മോചിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. എങ്കിലും പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ്റെ പുസ്തകം കടന്നു വരുമ്പോൾ അവിടുത്തെ പ്രഭാഷക പുസ്തകം 4 അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ പറയുന്നതിങ്ങനെയാണ്: ആവശ്യക്കാരന് മുഖം തിരിക്കരുത്, നിന്നെ ശപിക്കാൻ നീ ആർക്കും അവസരമുണ്ട്. എന്തെന്നാൽ മനസ്സ് നൊന്ത് ശപിച്ചാൽ സ്രഷ്ടാവ് അത് കേൾക്കും. അതുകൊണ്ട് നമ്മൾ ആരുടെ ശാപം കേൾക്കുന്ന വാക്കുകൾ പറയരുത്. നിങ്ങളുടെ അപ്പനന്മാരുടെ, സഹോദരങ്ങളുടെ, സുഹൃത്തുക്കളുടെ, എന്തിന് ഒരു ഭിക്ഷക്കാരൻ്റെ പോലും ശാപം വാങ്ങുന്ന വാക്കുകൾ പറയാതിരിക്കുക, ശപിക്കാതിരിക്കുക. 109 സങ്കീർത്തനം 17 വാക്യം പറഞ്ഞിങ്ങനെയാണ്: ശപിക്കുക അവന് ഇഷ്ടമായിരുന്നു, ശാപം അവൻ്റെ മേൽ തന്നെ നിവദിക്കട്ടെ. അനുഗ്രഹിക്കാൻ അവന് മടിയായിരുന്നു, അനുഗ്രഹം അകന്നു പോകട്ടെ. നിങ്ങൾ പറയുന്ന പോലെ സംഭവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ് നാവിനെ നിയന്ത്രിക്കാൻ. ഇനി നമ്മൾ അടുത്ത കുമ്പസാരത്തിൽ ഒരുങ്ങി കഴിയുമ്പം തീരുമാനം എടുക്കുക. ദൈവമേ, ഈ അടുത്ത കുമ്പസാരം വരെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് എൻ്റെ നാവിൻ്റെ ദുര്യോഗം പാപം ഏതാണ്? നുണയാണോ, ചീത്തയാണോ, മറ്റുള്ളവരെ കുറ്റപ്പെടുന്നതാണോ? ഈ ഒരു പാപത്തിൻ്റെ മേഖലയിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി നാം ആഗ്രഹിക്കണം. വളരെ നിവർത്തി പിടിച്ചേ, കണ്ണുകടച്ച് പിടിച്ചേ മക്കളെ. ഈ നാവ് യാക്കോബ് പറയാ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും വേണ്ടി തന്നിരിക്കുന്ന നാവാണ്. ഈ നാവ് കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന അശ്ലീല വാക്കുകൾ, ചീത്ത വാക്കുകൾ, തെറിവാക്കുകൾ പറയുമ്പം അത് ദൈവനിന്ദയായിട്ട് മാറും. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി അതിരെ തുറന്ന് യേശുവേ, യേശുവേ, യേശുവേ എന്ന് ഉറക്കെ വിളിച്ചേ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, അവിടെ എന്താ ചെയ്യാനറിയാമോ? ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ കിട്ടുന്ന സമയമൊക്കെ ഈ നാവ് കൊണ്ട് വേറെ ഒന്നും പറയാതെ ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും പറഞ്ഞു തുടങ്ങുക. അപ്പോൾ നമ്മൾ വിലകെട്ടവ് മാറിക്കഴിയുമ്പം അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ ഒരു മേഖലയാണ് നിഷ്കളങ്കരുടെ രക്തം ചിന്തുന്ന കൈ. ഇപ്പോൾ നമുക്കറിയാം, ഇത് സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ കൊലപാതകത്തെക്കുറിച്ചാണ്. പക്ഷെ നമ്മൾ ഈ കൊലപാതകം ചെയ്യാറില്ല, വളരെ നല്ല കാര്യം.
പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നവനാണെന്ന് പറയുക. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് കോപിക്കുമ്പം അത് ഒരു നിഷ്കളങ്കയുടെ രക്തം ചിന്ത ഒരു പാപമായിട്ട് മാറും. അനാവശ്യമായ കോപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തു ഞാനിപ്പോൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പോകുന്നതാണ്. അടുത്തൊരു കാര്യം പറയുന്നത് ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം. അതായത് ഹൃദയത്തിൽ എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് തിന്മ മാത്രം നനച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയല്ലേ മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അവർ വളരുന്ന കാണുമ്പം നമ്മുടെ ഉള്ളിൽ അസൂയ തോന്നിയിട്ട് അവർക്ക് ഗതി പിടിക്കാതിരിക്കാൻ വേണ്ടി തിന്മ നനച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണോ നീ? നമ്മളെക്കാൾ ഉപരി മറ്റൊരാൾ നന്നാകുമ്പം നമ്മൾ എത്ര പേർക്ക് ഉള്ളിൽ സന്തോഷം തോന്നാറുണ്ട്? ഒരാൾക്ക് നമ്മളെക്കാൾ മെച്ചപ്പെട്ടൊരു വീട് കിട്ടിക്കഴിയുമ്പം എത്ര പേർക്ക് ഉള്ളിൽ സന്തോഷം തോന്നാറുണ്ട്? നമ്മളെയൊക്കെ നന്നായിട്ട് ഒരാൾ ഒരു നല്ല കാര്യം ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും പറയും ഫൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് അസൂയ തോന്നുന്നില്ലെങ്കിലേ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവുള്ളൂ. പറഞ്ഞു ഹല്ലേലൂയ, സന്തോഷമാണ്, ഹല്ലേലൂയ. ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കാൻ പറ്റണം. ഇന്ന് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെട്ട് നിൽക്കണം. അപ്പോൾ നമുക്കും വളർച്ച ഉണ്ടാവില്ല, നമ്മൾ മറ്റുള്ളവർക്ക് അത് അസ്വസ്ഥതയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഇപ്പോൾ ദൈവം എല്ലാവർക്കും ഒരേപോലെയല്ല. ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ ഷേപ്പ്, എൻ്റെ ആയുസ്, എൻ്റെ നിറം, എൻ്റെ കളറ്, ഇത് എനിക്ക് മാറ്റാൻ പറ്റത്തില്ല. എന്നേക്കാൾ മെച്ചപ്പെട്ട ഹൈറ്റുള്ള വെയിറ്റുള്ള 6 പാക്ക് മസിലുകൾ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് എനിക്കൊരു മെച്ചമില്ല താനും. ഞാൻ അസൂയപ്പെടുക വഴി എനിക്ക് എന്നോട് തന്നെ അപകർഷതാബോധം തോന്നും, പിന്നെ എന്നോട് തന്നെ അത് അസ്വസ്ഥതയ്ക്ക് കാരണമാകും. ഒരാൾ നന്നായിട്ട് പാട്ട് പാടുന്നു, അപ്പോൾ എന്നേക്കാൾ മെച്ചപ്പെട്ട പാട്ട് പാടുമ്പം എനിക്ക് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആ മനുഷ്യനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുമ്പം, ആ ഗായകനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പം ദൈവം എനിക്ക് കൃപ കൂടുതൽ തരും. അതല്ലാതെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അസൂയപ്പെട്ട് നമ്മൾ മറ്റുള്ളവരുടെ തിന്മ, അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഞാനൊരു പരീക്ഷ ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതി, അത് പാസ്സായില്ല, അടുത്തയാൾ പോകുമ്പം എൻ്റെ ഉള്ളിൽ കിട്ടല്ലേ 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 എന്നാണോ ചിന്തിക്കുന്നത്? IELTS ഞാൻ 6 പ്രാവശ്യം എഴുതിയിട്ടും കിട്ടിയില്ല. അവൾ ആദ്യത്തെ പ്രാവശ്യം എഴുതാൻ പോകുമ്പം നീ ബെസ്റ്റ് വിഷസേ പോയി എഴുതിയിട്ടൊക്കെ ജയിച്ചു വരണേ, എന്നിട്ട് ഉള്ളിൽ കിട്ടാതിരിക്കുകയായിരിക്കും നല്ലത്. ഹല്ലേലൂയ. ഇതാണ് തിന്മ നനയ്ക്കുന്ന ഹൃദയം. നമ്മൾ പുറമേ പറയുമ്പോൾ ഭയങ്കര സ്റ്റൈലായിട്ടേ പറയുള്ളൂ. ഓൾ ദി വെരി ബെസ്റ്റ്, നിങ്ങൾ നന്നായിട്ട് പോയി വലിയ ബെസ്റ്റ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ 5 പ്രാവശ്യം നോക്കിയിട്ടും വിദേശത്ത് പോകാൻ പറ്റിയില്ല, വേറെ ഒറ്റയടിക്ക് അവർക്ക് വിസ അടിച്ച് കിട്ടി. നമുക്കുള്ളിൽ സന്തോഷമാണോ തോന്നുന്നത്? അസൂയാണോ തോന്നുന്നത്? ഹല്ലേലൂയ. വളരെ നിസ്സാര കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ ചിന്തിക്കണം. ഒരാളുടെ വളർച്ചയിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് തിന്മ നിരൂപിക്കുന്ന ഹൃദയമാണ്. അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, മറ്റുള്ളവരുടെ കുറിച്ച് നെഗറ്റീവ് പറയരുത്. അവർക്ക് നന്മയുണ്ടാകുമ്പം അത് ദൈവത്തിന് മഹത്വം കൊടുത്ത് പറ. ഇവിടെയൊക്കെ ചില സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പം നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുത്ത് തുടങ്ങുമ്പം ആ വ്യക്തിയോട് കൂടി ദൈവത്തെ സ്തുതിക്കുമ്പം അതിൻ്റെ കൃപ നമുക്ക് നൽകപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കാതിരിക്കുക, ഇൻസ്റ്റഡ് അവരുടെ വളർച്ചയിൽ സന്തോഷിക്കുക. എന്നേക്കാൾ ദൈവമല്ലേ കൊടുക്കുന്നത്. ഇതെല്ലാം ഇവിടെ ഇരിക്കുന്ന ഈച്ച് വൺ ഓഫ് ഓരോരുത്തർക്കും ദൈവം നൽകുന്ന ദാനങ്ങൾ വൈവിധ്യങ്ങളാണ്. എനിക്കുള്ള ഒരു കഴിവായിരിക്കില്ല ആ ചേട്ടനുള്ളത്, ചേട്ടനുള്ളതായിരിക്കില്ല ചേച്ചിക്കുള്ളത്, അതായിരിക്കില്ല ഈ ചേച്ചിക്കുള്ളത്. പലർക്കും വ്യത്യസ്തങ്ങളായ ദാനങ്ങളാണ് ദൈവം കൊടുക്കുന്നത്. അത് ദൈവം നൽകിയിരിക്കുന്നതാണ്. എനിക്ക് ദൈവം നൽകിയ കഴിവുകളെ വർദ്ധിപ്പിക്കാനേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പം നിനക്ക് 5 ഉണ്ടോ, അത് 10 ആയേ മതിയാവും. 10 ആക്കിയില്ലെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടപ്പെടില്ല. നിനക്ക് 2 ഉള്ളോ, അത് 4 ആക്കിയാൽ മതി. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ അത് ദൈവത്തിന് വർദ്ധമാനമാക്കി ദൈവകാര്യങ്ങൾ കൊടുക്കുമ്പം നമുക്ക് അസൂയപ്പെടേണ്ട കാര്യമില്ല. ദൈവം ഓരോ വ്യക്തികൾക്കും അവർക്ക് വേണ്ടതാണ് കൊടുക്കുക. നിന്റെ ജീവിതത്തിന് വേണ്ടതെന്നാണ് തമ്പുരാൻ അറിയാം. അതിനുള്ള കഴിവും ശക്തിയെല്ലാം തമ്പുരാൻ തന്നിട്ടുണ്ട്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ മേഖലയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പം തിന്മ നനയ്ക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് മാറാതിരിക്കാൻ, മറ്റുള്ള വളർച്ചയിൽ സന്തോഷിക്കുവാൻ, അവരിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ഉടമയായിട്ട് നാം മാറണം. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഇനി 2 കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അടുത്തത് തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും നമ്മൾ ഒരു പാപം ചെയ്യാൻ വേണ്ടി നമ്മളങ്ങോട്ട് ഓടുന്നു. ഒരു സാധനം മേടിക്കാൻ വേണ്ടി നമ്മൾ ഒരു പെട്ടെന്ന് ആമസോണിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു പരസ്യം വന്നു, ഒരു അടിപൊളി സാധനമാണ്, നമ്മൾ വേണോ വേണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല, ഉടനെ പോയി മേടിക്കും. നമ്മൾ തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ ബുദ്ധിഭാരം നിന്നിട്ട് വേഗത്തോടെ അതെനിക്ക് ആവശ്യമാണോ, ഇതുകൊണ്ട് ആവശ്യമുണ്ടോ, അത് അല്പം കൂടെ വെയിറ്റ് ചെയ്യണം, എന്തെങ്കിലും കേൾക്കുമ്പോൾ ഒരു തിന്മ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കേൾക്കുന്നതിൻ്റെ പിന്നാലെ വരുമരായികളെക്കുറിച്ച് ചിന്തിക്കാതെ ഓടുന്നു. ഒരു പാപം ചെയ്യാൻ
പ്രലോഭനങ്ങളുടെ പിന്നാലെ പായുന്നു. അങ്ങനെയുള്ളൊരവസ്ഥയെക്കുറിച്ചാണ് ഇത് പറയുക. പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊക്കെ ജീവിതത്തിൽ ഈ തിന്മയിലേക്ക് പായാനുള്ള ഒരു അഭിവാഞ്ച എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. പക്ഷെ നമ്മളതിനെ ബോധപൂർവ്വം നിയന്ത്രിക്കണം. ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ നേരിടുന്നവരാണ്. ആണോ അല്ലയോ? ആരും മിണ്ടുന്നില്ലേ? എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്കില്ലായിരിക്കും അല്ലേ? നമുക്കുണ്ട്, നമുക്കൊക്കെ പ്രലോഭനങ്ങളുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ എന്താ പറയുന്നത്? നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകും ദൈവം നിങ്ങളെ അനുവദിക്കുകയില്ല. 1 കൊറിന്ത്യൻസ് 10:12 1 കൊരിന്ത്യൻസ് 10:12 പറയുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകയാൽ നിൽക്കുന്നെന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകാനോട് നിങ്ങൾ അനുവദിക്കില്ല. വായിക്കാമോ? മനുഷ്യ സാധാരണമല്ലാത്തൊരു പ്രലോഭനവും നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം അവിടെ നിങ്ങളെ അനുവദിക്കില്ല. ഇനി പ്രലോഭനം ഉണ്ടാകുമ്പോൾ അതിനെ ദ പവർ വിൽ ബി ഗിവൺ ടു യു. ദ പവർ വിൽ ബി ഗിവൺ ടു യു. ഈ ശക്തി നമ്മൾ സ്വീകരിക്കണം. അതിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ തിന്മ നിരൂപിക്കാൻ ഒരു പാപത്തിനൊരു മേഖല കിട്ടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങോട്ട് പാഞ്ഞു പോകാതെ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ശക്തി നമുക്ക് വേണം. ശരീരവും മനസ്സും പലപ്പോഴും നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ പാപം ചെയ്യാനാണ്. നിൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഒരു പാപം ചെയ്യാൻ വേണ്ടി പോവാണ്. അവരും ഒരു പൊട്ട ഫിലിം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാദങ്ങൾ അങ്ങോട്ട് പോകാനാണോ നമ്മുടെ ചായ്വ്? ചിലപ്പോൾ ചായ്വ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് ബോധപൂർവ്വം മാറി നിൽക്കണം. പറഞ്ഞ ഹല്ലേലൂയ. ബോധപൂർവ്വം മാറി നിൽക്കാതെ അനുഗ്രഹമില്ല. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 30-ാം അധ്യായത്തിൻ്റെ 10-ാം വചനം പറഞ്ഞിങ്ങനെയാണ്, 10-11 വാക്യങ്ങൾ. പ്രഭാഷകൻ 30:10-11 പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവനും തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടായിട്ട് അത് ചെയ്യാത്തവനും ആരുണ്ട്? അവൻ്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കും. ഒരു വ്യക്തി, നമുക്കെല്ലാവർക്കും പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളും അതുപോലെ തന്നെ കഴിവും ഉണ്ടാവും. അതിൻ്റെ നടുവിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ തിന്മയിലേക്ക് പോകാതെ നമ്മുടെ പാദങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് അനുഗ്രഹം പ്രാപിക്കുന്നവൻ. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ബൈബിളിൽ ഇഷ്ടംപോലെ ഉദാഹരണമുണ്ട്. പുറപിതാവായ ജോസഫ്, അവന് പാപം ചെയ്യാൻ നല്ലൊരു അവസരം ഒത്തു കിട്ടിയതാണ്. അവനായിരിക്കുന്ന ആ പൊത്തിപ്പറിൻ്റെ ഭാര്യ തന്നെ അവനെ പാപം ചെയ്യാൻ, വ്യഭിചാര പാപം ചെയ്യാൻ അവനെ പല ദിവസവും ആവർത്തിച്ച് പറയുമ്പോഴും എൻ്റെ ദൈവത്തിനെതിരെ ഞാൻ എങ്ങനെ പാപം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടുന്ന് ഓടി മാറുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഈ ലോകത്തിൽ നമുക്ക് പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഏറെയുണ്ട്. പക്ഷേ അതിലേക്ക് പായാതിരിക്കാൻ, അങ്ങോട്ട് നമ്മുടെ പാദങ്ങൾ വയ്ക്കാതിരിക്കാൻ നാം പരിശ്രമിക്കണം. അത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹം ഉണ്ടാവുള്ളൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് പാപം ചെയ്യാൻ വേണ്ടി വെമ്പൽ പൂണ്ട് നിൽക്കുന്ന ഹൃദയങ്ങൾ, അങ്ങനെയുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള പാദങ്ങൾ. തമ്പുരാനോട് പ്രാർത്ഥിക്കാം, ദൈവമേ, പാപത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നും പാപത്തിൻ്റെ സിറ്റുവേഷനിൽ നിന്നും ബോധപൂർവ്വം മാറി നിൽക്കാൻ ദൈവമേ കൃപ നൽകണമേ. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഇത് ബോധപൂർവ്വം നമ്മൾ ചെയ്യുകയും ചെയ്യണം. അതായത് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ജീവിതത്തിൽ ഒരു പാപത്തിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകെട്ടാണ്. ഞാൻ ഇന്ന ചേട്ടൻ്റെ കൂടെ പോയാൽ ഞാൻ മിക്കവാറും മദ്യപിച്ചേക്കും. ആ പോക്ക് വേണ്ടെന്ന് വെക്കണം. ഞാൻ ഇന്ന ആളുടെ കൂടെ ബസ്സിൽ പോയി കഴിഞ്ഞാൽ, കാറിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാപത്തിൻ്റെ സാഹചര്യം ഉണ്ടാകും. ആ യാത്ര വേണ്ടെന്ന് വെക്കണം. എൻ്റെ വണ്ടിയിൽ ഇന്ന ആളെ കയറ്റിക്കൊണ്ട് പോയാൽ അത് ചിലപ്പോൾ കൊണ്ടെത്തിക്കുന്നത് വേറെ വല്ലയിടത്തോടായിരിക്കും. ആ യാത്ര വേണ്ടെന്ന് വെക്കണം. ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കണ്ടുമുട്ടാനിടയായാൽ രഹസ്യമായ കണ്ടുമുട്ടൽ അത് പാപത്തിലേക്ക് നയിക്കുമെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ചങ്കൂറ്റം കാണിക്കണം. രാത്രി കാലങ്ങളിൽ വേണ്ടാത്ത ചിത്രങ്ങളൊക്കെ കണ്ട് മനസ്സിൽ ചിന്തകളൊക്കെ കയറി അത് നിങ്ങളെ സ്വയംഭോഗത്തിലേക്കും സെൽഫ് അബ്യൂസിലേക്കും നയിക്കുന്നെങ്കിൽ, തെറ്റായ ചാറ്റുകൾ അതൊക്കെ അവസാനം നിങ്ങൾക്ക് അസ്വസ്ഥതയ്ക്കും പാപത്തിലേക്കും നയിക്കുന്നതാണെങ്കിൽ അത് വേണ്ടെന്ന് വയ്ക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അങ്ങനെയുള്ളവരെ മാത്രമേ ദൈവത്തിന് അംഗീകരിക്കാനും സ്നേഹിക്കാനും സാധിക്കൂ. അങ്ങനെയുള്ളവർ മാത്രമേ കൃപ ഉണ്ടാവുകയുള്ളൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അവസാനമായി ബൈബിൾ പറയിപ്പിക്കുന്നത് സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്ന വ്യക്തികൾ. ഇന്ന് പല നല്ല ബന്ധങ്ങളും തകർക്കാൻ വേണ്ടി പലരും പാര പണിയുന്നവരാണ്. മലയാളികളുടെ ഏറ്റവും വലിയ സ്വഭാവം ഇത് തന്നെയെന്നാണ് പറയുക. മലയാളികൾ പരസ്പരം ഇങ്ങനെ മറ്റുള്ളവരെ പാര വെക്കാൻ വേണ്ടി, മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി, ഭിന്നത വളർത്താൻ വേണ്ടി പല പ്രവൃത്തികളും ചെയ്യുന്നവരാണ്. സഹോദരങ്ങൾ പറഞ്ഞാൽ നമ്മുടെ അയൽക്കാർ തമ്മിലായിരിക്കാം. നിസ്സാര കാരണങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ അമ്മായിയമ്മയും മരുമോൾ അവൾ അങ്ങനെ പറഞ്ഞു, അവൻ അങ്ങനെ പറഞ്ഞു, മറ്റോ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. വെറുതെ നിസ്സാരമായ കാരണങ്ങൾക്ക് ഉള്ള സ്നേഹബന്ധത്തെ തകർക്കാൻ വേണ്ടി പ്രവൃത്തി ചെയ്യുന്നവരാണോ? ചിലപ്പോൾ നമുക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും അവൻ അയാളോട് കൂട്ടുകൂടുന്നത്, അല്ലെങ്കിൽ
ആൾ അവിടെ കൂടുമ്പോൾ അതുവഴി അവർക്ക് കുറച്ച് ലാഭം കിട്ടുന്ന ചിന്തയായിരിക്കാം. നിസ്സാര കാരണങ്ങൾ, ഒരു വ്യക്തിയെക്കുറിച്ച് ഇല്ലാ കഥകളൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ട ജോലി ചെയ്ത് പിരിച്ചു പിടിപ്പിക്കുക, അല്ലെങ്കിൽ ചില സൗഹൃദങ്ങൾ തകർക്കുക, അല്ലെങ്കിൽ അവരെക്കുറിച്ച് വെറുതെ മറ്റുള്ളവരുടെ പേര് പറഞ്ഞ് അവനിങ്ങനെ പറഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യിക്കുക. സഹോദരങ്ങളുടെ ഇടയിലും മറ്റുള്ളവരുടെ ഭിന്നത വളർത്തുന്നത്, അത് സമൂഹ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലടുപ്പിക്കാൻ വേണ്ടി മക്കൾ കാരണമാകരുത്. മക്കളെ തമ്മിലടുപ്പിക്കാൻ ഭാര്യ ഭർത്താക്കന്മാരാവലാകരുത്. ജ്യേഷ്ഠന്മാർ, സഹോദരി, എനിക്കറിയാൻ പറയപ്പെട്ട ഒരു കുടുംബത്തിൽ 5 മക്കൾ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞു പോയിരുന്നവരാണ്. എന്നാൽ അവിടുത്തെ ആദ്യ അപ്പച്ചൻ നേരത്തെ മരിച്ചു പോയതാണ്. അമ്മയുടെ മരണത്തോടുകൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കുടുംബത്തിൽ വലിയ ഒരു ഭിന്നതയുടെ ഒരു അരൂപി കയറിക്കൂടി. കാരണം അമ്മയുടെ സ്വത്ത് അത് എഴുതി വെച്ചത് ഇളയ മകൻ്റെ പേരിലാണ്. ബാക്കി 4 പേര് നല്ല സമ്പത്തുള്ളവരാണ്. എങ്കിൽ പോലും ഇവർക്ക് കിട്ടുമെന്ന് കരുതിയിരുന്ന, ഇവന് വീതം കൊടുത്താണ്, പക്ഷെ വേറൊരു സ്ഥലം ഇവന് കിട്ടുമെന്നിരുന്ന ടൗണിലുള്ള ഒരു 10 സെൻറ്റ് സ്ഥലവും ഒരു 3 നില കെട്ടിടവും അത് ഈ ഇളയ സഹോദരൻ എഴുതി വാങ്ങിച്ചത് അമ്മ അറിയാതെ അമ്മയെ കൊണ്ട് എഴുതി വാങ്ങിച്ച ചിന്ത കലയിൽ കയറി. അതോടുകൂടി ആ കുടുംബത്തിൽ അതാരാണ്ട് അങ്ങനെ ഒത്താശ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പറഞ്ഞു കൊടുത്തോടാ, ഇവരെ പറ്റിച്ച് അവൻ അമ്മയെ കൊണ്ട് ഒപ്പിട്ട് മേടിപ്പിച്ചാണ്. ആ 5 പേരും ഒരേ പാത്രത്തിൽ നിന്നുകൊണ്ട് വളർന്നവരാണ്. ആ കുടുംബത്തെ തകർക്കാൻ ഒരു 3ാമതൊരുത്തൻ പണിയാനിടയായി. കാരണം എന്താണെന്നറിയാമോ? അവന് കുറച്ച് ലാഭം ഉണ്ടായിരുന്നു ഇവരെ തമ്മിലടുപ്പിക്കുമ്പം. അപ്പം ഇങ്ങനെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് സഹോദരങ്ങളുടെ ഇടയിൽ ഭിന്നത വളർത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കുടുംബവും മറ്റുള്ളവരുടെ കുടുംബവും നശിപ്പിക്കരുത്. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. മക്കളെ, ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, ഓർക്കുക, നമ്മൾ ആരെയെങ്കിലും നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആരെക്കുറിച്ചെങ്കിലും ഇല്ലാതൊക്കെ പറയുമ്പം ഇതൊക്കെ 7 ഇരട്ടിയായി നമ്മുടെ തലത്തിൽ തിരിച്ചടിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് നമ്മൾ വളരെ തമാശന് പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ നമ്മളത്ര കാര്യമായിട്ട് എടുക്കാത്ത ഒരു നുണയായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് തിരിച്ചടിയായിട്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ മറ്റുള്ളവരെ കളിയാക്കി രസിക്കുന്നവരായിരിക്കാം. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കളിയാക്കൽ ചിലപ്പോൾ നമുക്ക് തന്നെ തിരിച്ചടിയാവും. ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വാസ്തവത്തിൽ ഒരു കുടുംബത്തിൽ ഒരു ഇടവകയിൽ, ആ ഇടവകയിൽ ഒരു ധനാഢ്യനായ ഒരു മനുഷ്യൻ്റെ ഒരു മകൻ അവൻ അച്ഛനായിട്ട് നല്ല ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു അഭിമാന പ്രശ്നമായിരുന്നു. അദ്ദേഹം ഭയങ്കരമായിട്ട് ആഘോഷമായിട്ട് അവിടെ അതൊക്കെ നടത്തിയതാണ്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ഇടവകയിൽ തന്നെ ഇവൻ്റെ വീട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു പണിക്കാരൻ്റെ മോള് കന്യാസ്ത്രീയായി. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ഒരു നാണക്കേട്. എൻ്റെ വീട്ടിൽ നിന്നൊരു കന്യാസ്ത്രീ ആയല്ലോ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ കന്യാസ്ത്രീ ആയതിനു ശേഷം ഇപ്പോൾ ഈ പുള്ളിക്കാരൻ പുറമേ ഒന്നും പറയാല്ല, ആൾക്കാരോട് അത് വീട്ടിൽ ഗതിയില്ലാതെ പോയതാ, അത് നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും. ഇങ്ങനെയൊക്കെ ചുമ്മാ ആൾക്കാരോട് പറയും. അതിനെ കെട്ടിച്ചു വിടാൻ കാശില്ല, എന്നോട് കുറേ കാശ് ചോദിച്ചു, ഞാൻ കാശൊന്നും കൊടുക്കാഞ്ഞിട്ടൊക്കെ പറഞ്ഞു വിട്ടതാ, അത് മടത്തിൽ പോയി ചേർന്നാ, അത് എത്ര നാൾ പിടിച്ചെന്ന് കണ്ടു നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ പെങ്കൊച്ചിനെക്കുറിച്ച് സിസ്റ്ററിനെക്കുറിച്ചൊക്കെ കുറേ അപവാദങ്ങൾ ഈ പുള്ളി പറഞ്ഞു വരുത്തി. ഈ മനുഷ്യൻ അറിഞ്ഞു, പക്ഷേ ഇയാൾ കാശുകാരണം മിണ്ടാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു ദിവസം ഇവിടെ ഞെട്ടിക്കുന്നൊരു വാർത്ത കേട്ടത്, ഈ പുള്ളിയുടെ മകൻ വിദേശത്ത് ശുശ്രൂഷ ചെയ്യായിരുന്നു, അച്ഛനായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി പോയതാണ്. അവിടുന്ന് ആ പുള്ളി പൗരോഹിത്യം ഉപേക്ഷിക്കുന്ന വാർത്തയാണ് കേൾക്കേണ്ടി വന്നത്. നമ്മൾ ആരെക്കുറിച്ചേലും നമ്മളിങ്ങനെ അപവാദത്തോടെ ഇല്ലാത്തതൊക്കെ പറഞ്ഞ് കളിയാക്കി രസിക്കുമ്പം അതിൻ്റെ തിരിച്ചടി നമ്മുടെ കുടുംബത്തിലുണ്ടാവും. അതുകൊണ്ട് മക്കളെ, നമ്മുടെ നാവുകളെ നിയന്ത്രിക്കുക, നമ്മുടെ ഹൃദയത്തിൽ തമ്പുരാൻ 1-ാം സ്ഥാനം കൊടുക്കുക, അഹങ്കാരത്തിൻ്റെ കെട്ടുകൾ അഴിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തമ്പുരാൻ അല്പസമയം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഓ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് ഞങ്ങളോട് പറയുന്നു, ഞാൻ വെറുക്കുന്ന 7 കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ എടുത്തു മാറ്റണം. എന്തൊക്കെയാണ് ആ 7 കാര്യങ്ങൾ? അതിനോട് സൂചിപ്പിക്കേണ്ടായി. 1, ഗർവം നിറഞ്ഞ കണ്ണ്. 2, വ്യാജം പറയുന്ന നാവ്. 3, നിഷ്കളങ്കരുടെ രക്തം ചിന്തുന്ന കൈ. 4, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം. 5 തിന്മയിലേക്ക് പോകുന്ന കാലുകൾ. 6, അസത്യം പറയുന്ന കള്ളസാക്ഷികൾ. 7, സഹോദരി ഭിന്നത വളർത്തുന്നവർ. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പോയി ഇന്ന് വീട്ടിൽ പ്രാർത്ഥിച്ച് ഒന്ന് ധ്യാനിച്ചിട്ട് തീരുമാനമെടുക്കണം. ദൈവമേ, ഇനിയുള്ള ഈ 15 നോമ്പിനുള്ളിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് എല്ലാം കൂടെ ഒന്ന് മാറ്റേണ്ട ഒരു തിന്മയെങ്കിലും മാറ്റാൻ വേണ്ടി ആത്മാർത്ഥമായി നിങ്ങൾ പരിശ്രമിക്കുമെന്ന് ഒരു തീരുമാനമെടുത്താൽ ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ദൈവം ഇടപെടും. 2 കരങ്ങൾ ഉയർത്തി അതിനെ തുറന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശുവേ
അഹങ്കാരത്തോടെ ഞാൻ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്ന കർത്താവെ, മറ്റൊരു മുമ്പിൽ അഹങ്കാരിയായി ജീവിച്ചുപോയി കർത്താവെ. എനിക്ക് ഒത്തിരിയേറെ സമ്പത്തുണ്ട്, എനിക്ക് ഒത്തിരിയേറെ നേട്ടങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ അഹങ്കാരത്തോടെ ജീവിച്ചു പോയ നിമിഷങ്ങൾ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കരയാൻ എനിക്കൊരു കരൾ നൽകണമേ. കരയാനെനിക്കൊരു കരളേകുനാഥ, കരയെല്ലാം കഴുകിടുവാൻ വരമേകുനാഥ, കൃപയേകുനാഥ, അനുതാപപൂരിതനാകാൻ. ആമേൻ. കരയാനെനിക്കൊരു കരളേകുനാഥ, കരയെല്ലാം കഴുകിടുവാൻ വരമേകുനാഥ, കൃപയേകുനാഥ, അനുതാപപൂരിതനാകാൻ. ഓ ദൈവമേ, അങ്ങനെക്ക് നൽകിയതെല്ലാം അങ്ങയുടെ ദാനമാണെന്ന് അറിഞ്ഞിട്ടും ഒത്തിരിയേറെ അറിവുണ്ടെന്നും സമ്പത്തുണ്ടെന്നും നമ്മുടെ ബഹുമാനപ്പെട്ട സാജുവച്ചനെ ഓർത്ത് പ്രത്യേകം നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ, മനോഹരമായ വചന സന്ദേശം നൽകുവാൻ ഈ പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഈശോ അച്ഛനെ ഒരുക്കിയായിരുന്നു. നമുക്ക് കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. എല്ലാ മഹത്വവും കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കാം.